നമസ്കാരം. ഇനി മിനിറ്റുകൾ മാത്രമാണ് ബാക്കി. ആകാശം തൊടുന്നു ഒരു മലയാളി. നാസയുടെ പുതിയ ബഹിരാകാശ ദൗത്യത്തിലൂടെ ബഹിരാകാശത്തെത്തുന്ന ആദ്യ മലയാളി എന്ന ചരിത്ര നേട്ടം കുറിക്കാൻ ഒരുങ്ങുകയാണ് നാസയിലെ ശാസ്ത്രജ്ഞനായ ഡോക്ടർ അനിൽ മേനോൻ. റഷ്യൻ ബഹിരാകാശ ഏജൻസിയായ റോസ്കോമോസിന്റെ സോയൂസ് MS-29 പേടകത്തിലാണ് യാത്ര. കസാക്കിസ്ഥാനിലെ ബൈക്കനൂരിലുള്ള റഷ്യയുടെ ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഇന്ത്യൻ സമയം ഇന്ന് 8:17, അതായത് ഇനി വളരെ കുറച്ച് സമയം മാത്രമാണ് ബാക്കി. 8 മാസം നീളുന്ന ഒരു വലിയ ദൗത്യത്തിൽ പങ്കാളിയാവുകയാണ്. ക്രോദ്ദുബോവ്, അന്ന കിക്കിന എന്നീ റഷ്യൻ സഞ്ചാരികളും അദ്ദേഹത്തിനൊപ്പമുണ്ട്. ബഹിരാകാശ നിലയത്തിലെ ഫ്ലൈറ്റ് എഞ്ചിനീയർമാരുടെ പതിവ് ജോലികൾക്ക് പുറമെ മൈക്രോ ഗ്രാവിറ്റിയിൽ മനുഷ്യ ശരീരത്തിലെ രക്തയോട്ടത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് ഗവേഷണം നടത്താൻ കൂടിയാണ് അദ്ദേഹം പോകുന്നത്. ദീർഘദൂര ദൗത്യങ്ങൾക്ക് സഹായകമാകുന്ന പുതിയ മെഡിക്കൽ സാങ്കേതിക വിദ്യ അദ്ദേഹം പരീക്ഷിക്കും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു മെഡിക്കൽ ഡോക്ടറാണ്, എയറോസ്പേസ് മെഡിസിനിൽ സ്പെഷ്യലിസ്റ്റാണ്, അദ്ദേഹം ഫ്ലൈറ്റ് സർജനാണ്. അനിൽ മേനോൻ എന്ന പാലക്കാട് ഒറ്റപ്പാലത്ത് വേരുകളുള്ള അദ്ദേഹം ചേറ്റൂർ ശങ്കരൻ നായരുടെ പരമ്പരയിൽപ്പെട്ട ആളാണ്. ആദ്യത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ആദ്യത്തെ മലയാളി, ഇന്ത്യക്കാരനായ ആദ്യത്തെ അഡ്വക്കേറ്റ് ജനറൽ. അങ്ങനെ ആ വംശപരമ്പരയിൽപ്പെട്ട അനിൽ മേനോൻ ആകാശത്തേക്ക് കുതിക്കുമ്പോൾ അത് നമുക്ക് കേരളീയർക്ക്, മലയാളികൾക്കെല്ലാവർക്കും അഭിമാനിക്കാൻ ധാരാളം ഉള്ള കാര്യങ്ങളാണ്. നമ്മോടൊപ്പം ISROയുടെ മുൻ ചെയർമാൻ ശ്രീ G. മാധവൻ നായർ അടക്കമുള്ള പ്രതിനിധികൾ ചേരും. അതിനുമുമ്പ് നമുക്ക് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി M. ജോണിനെ ഒന്ന് കേൾക്കാം. ശ്രീ റോജി, എല്ലാ മലയാളികൾക്കും അഭിമാനമാണ്. അമേരിക്കയിലാണ് ജനിച്ചത് അനിൽ മേനോൻ, എങ്കിലും അദ്ദേഹം മലയാളിയാണ്. അദ്ദേഹം മലയാളിത്വം ഉള്ളിലുള്ള ഒരാളാണ്. അപ്പോൾ ആദ്യമായി ഒരു മലയാളി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോവുകയാണ്. നമുക്ക് അദ്ദേഹത്തിന് ഒരു ഹാപ്പി ജേർണി പറയണ്ടേ? ഏതൊരു മലയാളിയെയും ഭാരതീയനെയും ഒക്കെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു നിമിഷമാണിത്. ഒരു മലയാളി ആദ്യമായിട്ട് ബഹിരാകാശ യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നു. ഇന്ന് രാത്രി അദ്ദേഹം പുറപ്പെടുകയാണ്. എല്ലാവരെയും സംബന്ധിച്ചും വളരെ പ്രചോദനം നൽകുന്ന, പ്രത്യേകിച്ച് പുതുതലമുറയ്ക്ക് വലിയ മോട്ടിവേഷനായിട്ടുള്ള ഒന്ന് തന്നെയാണിത്. അദ്ദേഹത്തിൻ്റെ ഈ യാത്രയ്ക്ക്, ഉദ്യമത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. വളരെ നാളത്തെ, വർഷങ്ങളുടെ ഒരു തയ്യാറെടുപ്പിന് ശേഷമാണ് ഇത്തരം ഒരു യാത്രയ്ക്ക് അദ്ദേഹം ഇന്ന് ഫൈനലി സജ്ജമാവുന്നത്, യാത്ര പുറപ്പെടുന്നത്. മാത്രവുമല്ല, വളരെയധികം നാളുകൾ, മാസങ്ങളോളം അദ്ദേഹത്തിന് സ്പേസ് സ്റ്റേഷനിൽ ചെലവഴിക്കേണ്ടതായിട്ടും വരും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ യാത്ര വലിയ ഒരു വിജയമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഒപ്പം ഒരു കാര്യം കൂടി, മന്ത്രി നമ്മുടെ മലയാളിയാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹം അമേരിക്കൻ സിറ്റിസൺ ആണ്. നമുക്ക് ഇന്ത്യക്ക് ഗഗൻയാൻ ദൗത്യമുണ്ട്, അത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിലും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാൻ മലയാളികളുണ്ട് എന്നുള്ളത് നമുക്ക് അഭിമാനകരമായ കാര്യവുമാണ്. സ്പേസ് സയൻസ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ ISROയ്ക്ക് വളരെ പ്രധാനപ്പെട്ട പങ്ക് നമ്മൾ ആഗോള തലത്തിൽ എടുത്താൽ പോലും ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ബഹിരാകാശ ഗവേഷണവുമായി ബന്ധപ്പെട്ട് ഉണ്ടുതാനും. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് എന്തൊക്കെ മാതൃകകൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ സംസാരിക്കുമ്പോൾ ഇതിൽ നിന്ന് കാണാം? ഇപ്പോൾ ശാസ്ത്രവും സാങ്കേതികവിദ്യയും ഒക്കെ വലിയ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അതിനനുസരിച്ച് ലോകത്തും വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ആ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ സജ്ജമാക്കിയെടുക്കുക, നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഇന്ന് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ കഴിഞ്ഞ ബഡ്ജറ്റിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച കുറേ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഈ ഗവൺമെൻറ് ഹയർ എഡ്യൂക്കേഷൻ മേഖലയെ വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് കാണുന്നത്. വിദ്യാർത്ഥികളിൽ ശാസ്ത്ര അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ജവഹർലാൽ നെഹ്റു സെൻറ്റർ ഫോർ സയൻറ്റിഫിക് ടെമ്പർ, അതുപോലെ തന്നെ ശാസ്ത്ര അവബോധം വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നിരവധിയായിട്ടുള്ള പദ്ധതികളുമൊക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ മേഖലയിലെ സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിനും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അവസരങ്ങൾ ഒരുക്കി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടും കൂടിയാണ്. നമുക്ക് ശാസ്ത്രവും സാങ്കേതികവിദ്യയും ഒക്കെ മാറുന്നതിനനുസരിച്ച് നമ്മുടെ സംസ്ഥാനത്തെയും അതിന് സജ്ജമാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. തീർച്ചയായിട്ടും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തന പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി മുന്നോട്ട് പോകുന്നതായിരിക്കും. നമുക്കും നാളുകളിൽ നമ്മുടെ കേരളത്തിൽ ജനിച്ചു വളരുന്ന വിദ്യാർത്ഥികൾക്ക് ഇതുപോലുള്ള സാഹചര്യങ്ങളിലേക്ക്, ഇപ്പോൾ നാസ പോലുള്ള സംവിധാനങ്ങളിൽ മലയാളികളും ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളുമൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്ക് അഭിമാനം നൽകുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഇന്ത്യയുടെ തന്നെ തദ്ദേശീയമായിട്ടുള്ള ഇത്തരം സംരംഭങ്ങളിലേക്ക് നമ്മുടെ മലയാളി വിദ്യാർത്ഥികളെ എത്തിക്കുക എന്നുള്ളത് ഒരു ലക്ഷ്യം തന്നെയാണ്. ശ്രീ G. മാധവൻ നായർ, അദ്ദേഹം ISROയെ നയിച്ച ഇന്ത്യൻ ബഹിരാകാശ ചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ തന്നെ ഐഡൻറ്റിറ്റി രേഖപ്പെടുത്തിയിട്ടുള്ള ആളാണ്. ശ്രീ G. മാധവൻ നായർ, ഒരു മലയാളി
മലയാളി പേരുള്ള ഒരാൾ ആദ്യമായി ഈ അന്താരാഷ്ട്ര സ്പേസ് സ്റ്റേഷനിൽ എത്തുകയാണ്. ഇന്ന് അദ്ദേഹത്തിൻ്റെ യാത്ര തുടങ്ങുകയാണ്. എത്രമേൽ പ്രാധാന്യമുണ്ട് നമ്മളെ സംബന്ധിച്ച് അതിന്? തീർച്ചയായിട്ടും ഇന്ത്യക്കാരെ സംബന്ധിച്ചും പ്രത്യേകിച്ചും കേരളീയ മലയാളികളായ നമ്മൾക്കും വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു നിമിഷമാണ് ഇത്. ഇവിടെ കേരളത്തിൽ പേര് ഊന്നിയിട്ടുള്ള ശ്രീ അനിൽ മേനോൻ, അദ്ദേഹം പല മേഖലകളിലും അദ്ദേഹത്തിൻ്റെ വൈദഗ്ധ്യം തെളിയിക്കുകയുണ്ടായി. ഏകദേശം 2 കൊല്ലം മുമ്പാണ് ഞാൻ അദ്ദേഹവുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുന്നത്. അദ്ദേഹം അന്ന് അദ്ദേഹത്തിൻ്റെ ഒറ്റപ്പാലത്തുള്ള തറവാട് വീടും അതിനു ചുറ്റുമുള്ള ആൾക്കാരെയും പറ്റിയൊക്കെയുള്ള അന്വേഷിക്കാനാണ് എന്നെ ചുമതലപ്പെടുത്തിയിരുന്നത്. അങ്ങനെ ഞങ്ങൾ തമ്മിൽ പലതരത്തിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു, ഈ ആസ്ട്രോനോട്ടായിട്ട് ട്രെയിനിങ്ങിന് പോയിക്കൊണ്ടിരിക്കുകയാണ്, അടുത്തതിന് ഇപ്പോൾ ആകാശത്തേക്ക് പോകുന്നത്. പക്ഷേ അത് കുറച്ച് സമയമെടുത്തു. എന്നാലും ഇപ്പോൾ ഈ സോയൂസ് പേടകത്തിൽ രാകേഷ് ശർമ്മയ്ക്ക് ശേഷം 2ാമത്തെ ഇന്ത്യക്കാരനായി നമ്മുടെ അനിൽ മേനോന് പോകാൻ കഴിഞ്ഞത് അഭിനന്ദനീയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അത് നമുക്ക് എല്ലാവർക്കും ആവേശം പകരുന്ന ഒന്ന് തന്നെയാണ്. പ്രത്യേകിച്ചും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ ഗഗൻയാൻ വഴി നമ്മുടെ ബഹിരാകാശ സഞ്ചാരികളെ ബാഹ്യാകാശത്ത് എത്തിക്കുകയും അവിടെ നിന്ന് നേരിട്ട് എക്സ്പെരിമെൻ്റൊക്കെ കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവരാനുള്ള പദ്ധതി അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ആ അവസരത്തിൽ ഇത്തരം സഞ്ചാരങ്ങൾ വളരെയേറെ നമുക്ക് സഹായം ചെയ്യും. നേരെ തന്നെ ശുഭാംശു അദ്ദേഹം നാസയുടെ റോക്കറ്റിൽ കയറി അവരുടെ സ്പേസ് സ്റ്റേഷനിൽ പോയി അവിടെ തന്നെ പല പരീക്ഷണങ്ങൾ നടത്തി. ഇപ്പോൾ ബഹിരാകാശ യാത്ര ഒരു സാധാരണ രീതിയിലുള്ള ഒരു സഞ്ചാരമായി മാറുന്ന കാലമാണ്. ഈ കാലഘട്ടത്ത് മനുഷ്യ ശരീരത്തെപ്പറ്റി അതിൽ ബഹിരാകാശത്ത് എങ്ങനത്തൊക്കെ മാറ്റം വരുന്നു, അതിനെ എങ്ങനെയൊക്കെ പ്രതിരോധിക്കാം എന്നതിനെ പറ്റിയുള്ള വിവരങ്ങൾ ഒരുപാട് ശേഖരിക്കാനുണ്ട്. അക്കാര്യത്തിലെ കാര്യത്തിൽ ശ്രീ അനിൽ മേനോന് നിർണായകമായിട്ടുള്ള ഒരു പങ്ക് വഹിക്കാൻ കഴിയുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അദ്ദേഹത്തിന് എല്ലാ മംഗളങ്ങളും നേരുന്നു. തീർച്ചയായിട്ടും സാർ ദയവായി അങ്ങ് തുടരണം. ഡോക്ടർ ആർ ഉമാ മഹേശ്വരൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം ഒരു എയ്റോസ്പേസ് മെഡിസിനിൽ സ്പെഷ്യലൈസ് ചെയ്ത ആളാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം അദ്ദേഹത്തെ സംബന്ധിച്ചുകൊണ്ട് വരുന്ന 8 മാസം അദ്ദേഹം അന്താരാഷ്ട്ര സ്പേസ് സ്റ്റേഷനിൽ കഴിയുന്ന സമയത്ത് എങ്ങനെ ഈ മനുഷ്യ ശരീരം സ്പേസിൽ എന്ന അതുമായി ബന്ധപ്പെട്ട വിവിധ ഗവേഷണ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം ഏർപ്പെടും എന്ന് പറയുന്നു. നമ്മൾ ഇന്ന് ഇപ്പോൾ 8/17 ബൈക്കന്നൂരിൽ നിന്നുള്ള യാത്ര ആരംഭിക്കുന്നത്. അതിനുശേഷം 11:26 ഡോക്കിംഗ്, നാളെയാണ് ഹിച്ച് ഓപ്പണിംഗ്. ഇന്ന് 8/17 മുതലുള്ള കാര്യങ്ങളെക്കുറിച്ച് എന്തൊക്കെയാണ് സംഭവിക്കുക എന്നതിനെക്കുറിച്ച് ഒന്ന് പറയാമോ? 8/17 ലോഞ്ച് തീരുമാനിച്ചിരിക്കുന്നത്. കൃത്യസമയത്ത് ലോഞ്ച് വിക്ഷേപണം തുടങ്ങുകയാണെങ്കിൽ ഏതാണ്ട് 20 മിനിറ്റിനും ഭ്രമണപഥത്തിലെത്തും. 400 കിലോമീറ്ററാണ് ഭ്രമണപഥം. എല്ലാവർക്കും അറിയാമല്ലോ, ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഏതാണ്ട് 400 കിലോമീറ്ററിലാണ് ഭൂമി വലം വയ്ക്കുന്നത്. പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ മനസ്സിലാക്കുന്നത് 2 ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനെ തന്നെ 2 പ്രാവശ്യം വലയം ചെയ്തതിന് ശേഷം ഏതാണ്ട് 3 മണിക്കൂറിന് ശേഷമാണ് ഈ ഡോക്കിംഗ് എന്ന് പറഞ്ഞ പ്രക്രിയ തുടങ്ങുന്നത്. അപ്പോൾ 3-3.5 മണിക്കൂറിന് ശേഷം ഈ സോയൂസിൻ്റെ പേടകം ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലെ റഷ്യയുടെ ഭാഗത്തുള്ള പ്രദേശത്തേക്ക് ഡോക്ക് ചെയ്യും. അതിനുശേഷം അതിലുള്ള 7 ഇപ്പോഴുള്ള 7 ബഹിരാകാശ യാത്രികരുടെ കൂടെ ഇവർ 3 പേരും കൂടി ചേരുന്നതായിരിക്കും. ഇതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവരുടെ യാത്രയെക്കുറിച്ച് ചുരുക്കി പറഞ്ഞു. യെസ്, തീർച്ചയായിട്ടും. പ്രൊഫസർ PS ശോഭൻ, ബൈക്കന്നൂരിലെ കോസ്മോഡ്രോം ഇന്ത്യയെ സംബന്ധിച്ച് ഏറെ പ്രാധാന്യമുള്ളതാണ്. ആദ്യത്തെ ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി രാകേഷ് ശർമ്മയും സോയൂസ് മിഷന്റെ ഭാഗമായിട്ടാണ് പോയത്. അപ്പോൾ വീണ്ടും ഒരു മിഷൻ കൂടി, അതിൽ മലയാളി വേരുകളുള്ള, അമേരിക്കൻ സിറ്റിസനാണ് എന്നാലും മലയാളി വേരുകളുള്ള, ഇന്ത്യക്കാരൻ നമുക്ക് പൂർണ്ണമായും പറഞ്ഞുകൂടാ, പക്ഷേ നമുക്ക് അദ്ദേഹത്തിൻ്റെ മലയാളിത്വത്തെ നിരാകരിക്കാൻ കഴിയില്ലല്ലോ. സ്വാഭാവികമായിട്ടും നമുക്കത് വലിയ അഭിമാനം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇത് എത്ര വലിയൊരു സ്റ്റെപ്പായിട്ടാണ് കാണേണ്ടത്?
പ്രൊഫസർ ശോഭൻ, ഞാൻ അങ്ങയോടാണ് ചോദിച്ചത്. അദ്ദേഹത്തിൻ്റെ കോള് ഡ്രോപ്പാണെന്ന് തോന്നുന്നു, കേൾക്കുന്നില്ല. അദ്ദേഹത്തിലേക്ക് ഞാൻ വരാം. ശ്രീ എൻ സാനു, അദ്ദേഹം ശാസ്ത്ര ലേഖകനാണ്, നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സാനു, എല്ലാവരെയും സംബന്ധിച്ച്, നമ്മൾ മലയാളികളെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള കാര്യം, അതേസമയം ഇപ്പോൾ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനെ സംബന്ധിച്ചാണെങ്കിൽ ഈ യാത്രികർ പീരിയോഡിക്കലായി മാറുന്നു, മിഷൻ പുരോഗമിക്കുന്നു, അതതിൻ്റെ ഒരു സാധാരണ കാര്യമായിരിക്കും. അതേസമയം തന്നെ മെഡിക്കൽ രംഗത്ത് ഉള്ള ആൾ, അതിൽ തന്നെ ഫ്ലൈറ്റ് സർജൻ ആയിട്ടുള്ള ഒരാൾ ഒരു നീണ്ട പര്യവേഷണത്തിന്, 8 മാസം നീണ്ടു നിൽക്കുന്ന ഒരു നീണ്ട പര്യവേഷണത്തിന് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ 8 മാസം ചെലവഴിക്കാൻ പോവുകയാണല്ലോ. അത് ഏതെല്ലാം നിലയിൽ പ്രയോജനപ്പെടും? ചർച്ചയിലേക്ക് വേണം. ശ്രീ ജി മാധവൻ നായർ, രാകേഷ് ശർമ്മയുടെ ബഹിരാകാശ യാത്രയ്ക്ക് ശേഷം നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയി. ISRO ഒരുപാട് മൈൽ സ്റ്റോൺസ് അച്ചീവ് ചെയ്തു. മംഗൾയാനും ചാന്ദ്രയാനും ഉണ്ടായി. ഇന്ത്യ ഇതുവരെ ആരെയും, ഒരു മനുഷ്യനെ, ഒരു ബഹിരാകാശ സഞ്ചാരിയെ സ്വന്തമായി ബഹിരാകാശത്തേക്ക് അയച്ചിട്ടില്ല. ഗഗൻയാനൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മൾ ആ ലക്ഷ്യത്തിന് എത്ര അടുത്താണ്? വളരെയേറെ മുമ്പിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും മറ്റു രാജ്യങ്ങളിലുള്ള ഈ ടെക്നോളജി ഡിനയലും അവരുടെ എംബാർഗോയും ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മുടേതായിട്ടുള്ള സാങ്കേതിക വിദ്യ ഇവിടുത്തെ ISROയിലെയും ശാസ്ത്രജ്ഞന്മാരും മറ്റും ചേർന്ന്, ഇൻഡസ്ട്രിയും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ചേർന്ന് വികസിപ്പിച്ചെടുത്തത്. അതിൻ്റെ തുടക്കം SLV-3 എന്ന് പറഞ്ഞുള്ള ആ റോക്കറ്റിൽ തുടങ്ങിയതാണ്. ഏകദേശം 40 കിലോഗ്രാം കഷ്ടിച്ച് ഭ്രമണപഥത്തിലെത്തിക്കാൻ കഴിയുന്ന ഒരു വാഹനം. അന്ന് ഡോക്ടർ അബ്ദുൽ കലാം ആയിരുന്നു അതിൻ്റെ പ്രോജക്റ്റ് ഡയറക്ടർ. അത് വളരെ സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം നമുക്ക് ഈ ബഹിരാകാശ രംഗത്തേക്കുള്ള യാതൊരു ടെക്നോളജിയും പുറം രാജ്യങ്ങളിൽ കിട്ടില്ലായിരുന്നു. പക്ഷേ എന്നിട്ടും വളരെ പവർഫുള്ളായിട്ടുള്ള പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്നുള്ള ആ വാഹനം നമ്മൾ 90s ഡെവലപ്പ് ചെയ്ത് ലോഞ്ച് ചെയ്തു. ഏകദേശം 100 ലോഞ്ചുകളും വിക്ഷേപണങ്ങൾ നടത്തി. അതെല്ലാം തന്നെ സക്സസ് ആയി എന്ന് പറയാം. 1-2 ഈ അടുത്ത കാലത്ത് 2 പരാജയങ്ങളുണ്ടായി. എന്നാലും ലോകത്തിലെ ഏറ്റവും റിലയബിളായിട്ടുള്ള ഒരു വാഹനമായിട്ട് അത് മാറിയിട്ടുണ്ട്. അതിൻ്റെ അടുത്ത പടിയായിട്ടാണ് ഇപ്പോൾ GSLV Mark 3 എന്നുള്ള വാഹനം നമ്മൾ വികസിപ്പിച്ചത്. അതിന് ഏകദേശം 10 ടണ്ണോളം ഭാരമുള്ള ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ എത്തിക്കാനും, അത് 40 കിലോഗ്രാമിൽ തുടങ്ങി ഇപ്പോൾ 10 ടണ്ണിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇത്തരം ശേഷി ഉണ്ടായപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് ഈ ബഹിരാകാശത്ത് മനുഷ്യരെ അയക്കുക എന്നുള്ളതാണ്. 2008 നമ്മൾ ഒരു പരീക്ഷണം നടത്തി. ഒരു പേടകം ബഹിരാകാശത്ത് അയക്കുകയും അതിനെ എങ്ങനെയാണ് സക്സസ്ഫുള്ളായിട്ട് തിരികെ കൊണ്ടുവരിക എന്നതിനെ പറ്റിയും. അത് വളരെ വിജയകരമായിട്ടുള്ള ഒരു സ്പേസ് ക്രാഫ്റ്റ് റിക്കവറി എക്സ്പീരിയൻസ് എന്നുള്ള ആ ഒരു പ്രോജക്റ്റ് വളരെ സക്സസ്ഫുള്ളായിരുന്നു. അതിൻ്റെ ബേസിസിലാണ് അന്ന് ഞങ്ങൾ ഗവൺമെൻറ്റിന് ഈ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഒരു പ്രൊപ്പോസൽ കൊടുത്തത്. 2008 തോന്നുന്നു. അതിൻ്റെ പ്രോജക്റ്റ് റിപ്പോർട്ടെല്ലാം തയ്യാറാക്കി. അന്ന് മൻമോഹൻജി ആയിരുന്നു പ്രൈം മിനിസ്റ്ററായിരുന്നു. അദ്ദേഹം സബ്മിറ്റ് ചെയ്യും, അദ്ദേഹം അപ്രൂവ് ചെയ്യുകയും ചെയ്തു. അന്ന് നമ്മൾ തുടങ്ങിയിരുന്നെങ്കിൽ 2015-16 ആകുമ്പോഴേക്കും നമുക്ക് ഈ ശേഷി കൈവരുമായിരുന്നു. പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും ഈ പ്രോജക്റ്റ് ഒരു കോൾഡ് സ്റ്റോറേജിലായിരുന്നു എന്ന് പറയാം. 2016 മോഡിജി അധികാരത്തിൽ വന്നതിന് ശേഷം ആണ് ഈ പ്രോജക്റ്റിന് പിന്നെ ക്ലിയറൻസ് കൊടുക്കുന്നത്. അതിനെ ബേസ് ചെയ്ത് വളരെയേറെ പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബഹിരാകാശ വിക്ഷേപണ വാഹനം GSLV Mark 3 ഇപ്പോൾ സക്സസ്ഫുള്ളായി നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ അതിൻ്റെ റിലയബിലിറ്റിയും ഫെയിലിയർ മോഡ്സും, അതായത് നമ്മൾ ഒരു മനുഷ്യനെ അയക്കുമ്പോൾ ഒട്ടും തന്നെ റിസ്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അവരുടെ സേഫ്റ്റി എങ്ങനെയാണ് എൻഷുർ ചെയ്യുക, അവരെ റിലയബിളായിട്ട് എങ്ങനെയാണ് ബഹിരാകാശത്ത് എത്തിക്കുക, അവിടെ നിന്ന് എങ്ങനെയാണ് തിരിച്ച് ഭൂമിയിലേക്ക് കൃത്യമായി കൊണ്ടുവരിക, ഇതിനുള്ള പല പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇതിനുള്ള സംവിധാനങ്ങൾ ഡിസൈനെല്ലാം കഴിഞ്ഞു, ഫാബ്രിക്കേഷനെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത മിക്കവാറും ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ ഒരു ഡമ്മി മോഡ്യൂൾ വെച്ചിട്ട് ഈ കംപ്ലീറ്റ് സിസ്റ്റം നമ്മൾ എക്സ്പെരിമെൻ്റലായിട്ട് പ്രൂവ് ചെയ്തിരിക്കും. അങ്ങനെ 1-2 ഫ്ലൈറ്റ് കഴിഞ്ഞ് ആ ലോഞ്ച് സിസ്റ്റം കംപ്ലീറ്റ് വാലിഡേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബഹിരാകാശ സഞ്ചാരികൾക്ക് ഇതിലയക്കാൻ കഴിയും.
അതിനു വേണ്ടിയിട്ട് നമ്മൾ എയർഫോഴ്സിൽ നിന്നുള്ള പൈലറ്റ്സിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. അതിലൊരാളാണ് ക്യാപ്റ്റൻ ശുഭാംശു. അതുപോലെ മറ്റ് 3 പേര് ഇപ്പോൾ സ്റ്റാൻഡ് ബൈ ആയിട്ടുണ്ട്. അവരിൽ 2 പേരായിരിക്കും ആദ്യത്തെ മിഷന് പോവുക. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പൊക്കെ വളരെ ദ്രുതഗതിയിൽ നടക്കുന്നുണ്ട്. മിക്കവാറും എല്ലാം ഭംഗിയായിട്ട് പോവുകയാണെങ്കിൽ ഒരു 1-1.5 കൊല്ലത്തിനുള്ളിൽ നമുക്ക് ഈ ലക്ഷ്യം നേടാൻ കഴിയുമെന്നുള്ളത് തീർച്ചയാണ്. വളരെ കുറച്ച് വൈകിപ്പോയെങ്കിലും ഇറ്റ് ഈസ് നെവർ ടു ലേറ്റ് എന്ന് പറയുന്ന പോലെ നമുക്ക് അവിടെ നമ്മുടെ ഇന്ത്യയിലായിട്ടുള്ള ഒരു വ്യക്തിമുക്ത പതിക്കാൻ കഴിയുമെന്ന് എനിക്ക് നിശ്ചയമുണ്ട്. തീർച്ചയായിട്ടും നമുക്കത് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. പ്രൊഫസർ പി എസ് ശോഭൻ, ഇനിയിപ്പോൾ അരമണിക്കൂറില്ല. ചരിത്രം, ഈ സോയൂസ് മിഷന്റെ ചരിത്രം തന്നെ നമുക്കറിയാം. യൂറി ഗഗാറിനും വാലന്റീന തെരേഷ്കോവയൊക്കെ നമ്മുടെ ഓർമ്മകളിലുണ്ട്. അപ്പോൾ അത്രയും ചരിത്ര പ്രാധാന്യമുള്ള അത്തരം മിഷനുകളുടെ ഏറ്റവും അവസാനത്തിൽ ഇപ്പോൾ ഒരു മലയാളി പേരുള്ള ഒരാൾ പോവുകയാണ്. അദ്ദേഹം നാസയിൽ ഉദ്യോഗസ്ഥനാണ്. ഇനിയുള്ള സമയങ്ങളിൽ എന്തൊക്കെയാണ് നടക്കുക? എന്താണ് താങ്കൾക്ക് ഈ മിഷനെ കുറിച്ച് പറയാനുള്ളത്? ഇനിയുള്ള സമയങ്ങളിൽ ഇതിൻ്റെ ലോഞ്ചിങ് പ്രോസസ്സിലേക്ക് കടന്നു പോകും ഈ മിഷൻ. അതായത് ലോഞ്ചിങ്ങിന് ഒരു 30 മിനിറ്റ് മുമ്പ് തന്നെ അതിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ട് അതിൻ്റെ ഇഗ്നീഷൻ പ്രോസസ്സിലേക്ക് പോകും. അവിടെ നിന്ന് ഇത് ഒരു 240 കിലോമീറ്റർ ഉയരത്തിലുള്ള ഓർബിറ്റിലേക്ക്, ലോ എർത്ത് ഓർബിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം, അതിലേക്ക് ഈ പേടകം എത്തും. അവിടെ നിന്ന് വീണ്ടും റോക്കറ്റുകൾ എൻജിൻ ജ്വലിപ്പിച്ച് ട്രാൻസ്ഫർ ഓർബിറ്റിലേക്ക് മാറ്റും. അവിടെ നിന്ന് 3ാമത്തെ സ്റ്റേജായ ഫേസിംഗ് ഓർബിറ്റിലേക്ക് മാറ്റും. ഈ ഫേസിംഗ് ഓർബിറ്റിൽ വെച്ചിട്ടാണ് ഈ ഡോക്കിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുക. ഡോക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ISSുമായിട്ട്, സ്പേസ് സ്റ്റേഷനുമായിട്ട് നമ്മുടെ സാറ്റലൈറ്റ്, ഈ അനിൽ മേനോലിനെ കൊണ്ടുപോകുന്ന ഈ സാറ്റലൈറ്റ് ഡോക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ സ്പേസ് സ്റ്റേഷനുമായിട്ട് സംഗമിക്കുന്ന ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഡോക്കിംഗ്. ഇതാണ് ഇനി നടക്കാൻ പോകുന്ന ആ പ്രോസസ്സിൻ്റെ ഒരു ക്രമം. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഡോക്കിങ്ങിൻ്റെ സമയത്ത് ISS 400 കിലോമീറ്റർ ഏകദേശം ഉയരത്തിൽ ഭൂമിയെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു, ഓർബിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഓർബിറ്റിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഓബ്ജക്റ്റിനെ അതിൻ്റെ പിന്നാലെ ചേസ് ചെയ്ത് കൃത്യമായിട്ട് ആ ഓബ്ജക്റ്റിനെ അതിൻ്റെ ഓർബിറ്റിൽ നിന്ന് മാറ്റാതെ വളരെ സ്മൂത്തായിട്ടുള്ളൊരു ഡോക്കിംഗ് ആണ് ആവശ്യം. അതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം ഓട്ടോമാറ്റഡായിട്ട് ഈ സോയൂസിലുണ്ട്. സോയൂസ് MS-29 എന്ന് പറയുന്ന ഈ പേടകത്തിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഡോക്കിങ്ങിന് ശേഷം ആണ് ഇതിനകത്ത് ക്രൂ ISSലേക്ക് കയറുക. ISSൽ നിലവിലിപ്പോൾ 7ഓളം ക്രൂ ഉണ്ട്. നേരത്തെ തന്നെ സോയൂസ് MS-28 ISSലെത്തിയവരുണ്ട്, ഒരു 3 പേരുണ്ട്. അത് കൂടാതെ SpaceX സാറ്റലൈറ്റ് വഴി അവിടെ എത്തിയ 4 ക്രൂ മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഡോക്കിങ്ങിൻ്റെ സമയത്ത് ഏകദേശം 10 ആളുകൾ ഈ സ്പേസ് സ്റ്റേഷനകത്തുണ്ടാകും. ഇതാണ് ഇപ്പോൾ നടക്കാൻ പോകുന്ന അടുത്ത സ്റ്റേജ്. ബാക്കി നമുക്ക് ചർച്ചയിൽ നമുക്ക് തുടർന്ന് പറയാം. തീർച്ചയായിട്ടും. ഡോക്ടർ ആർ ഉമാമഹേശ്വരൻ, നമ്മൾ 2024 സുനിത വില്യംസ് ഇന്ത്യൻ വേരുകളുള്ള ആളാണല്ലോ. ബുച്ച് വിൽമോറും സ്റ്റാർലൈനറിൽ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് പോയപ്പോഴാണ് അവിടെ ചില തകരാറുകളെ തുടർന്ന് 8 ദിവസത്തെ ദൗത്യം കഴിഞ്ഞ് തിരിച്ചു വരാനിരുന്ന സുനിത വില്യംസിന് ഒരുപാട് മാസങ്ങൾ, 1 വർഷം എന്നാണ് എൻ്റെ ഒരു ഓർമ്മ, അവിടെ കഴിയേണ്ടി വരികയൊക്കെ ചെയ്തത്. ഇതൊരു തുടർ പ്രക്രിയയാണ്. അങ്ങനെ നിരന്തരം ഓരോ ഘട്ടങ്ങളിലും സഞ്ചാരികൾ അവിടേക്ക് പോകുന്നു. അതെല്ലാം പരീക്ഷണങ്ങളുടെയും നിരീക്ഷണങ്ങളുടെയും ഒക്കെ ഓരോരോ ഘട്ടമാണ്. ഇവിടെ ഇപ്പോൾ ഈ 3-അംഗ സംഘം, 2 റഷ്യക്കാരും അനിൽ മേനോനും അടുത്ത 8 മാസത്തേക്കായി ISSലേക്ക് പോകുമ്പോൾ അതിൻ്റെ ദൗത്യങ്ങൾ, ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ്?
ഈ ഡോക്ടർ അനിൽ മേനോൻ സ്പെസിഫിക്കലി നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഡോക്ടർ ആണെങ്കിലും പുള്ളി പല മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള ഒരു പ്രതിഭയാണ്. അപ്പോൾ അത് പുള്ളിയുടെ ദൗത്യം സ്പെസിഫിക്കലി ഇപ്പോൾ ഡോക്ടർ അനിൽ മേനോൻ്റെ ദൗത്യങ്ങൾ എന്ന് പറയുന്നത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും ആ വൈവിധ്യം. ഒരുപാട് എക്സ്പെരിമെൻറ്റ്സ് പരീക്ഷണങ്ങൾ അവർ സജ്ജീകരണം ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ നമ്മുടെ രക്തത്തിൻ്റെ സംക്രമണം, ആ ഫ്ലോ, ബ്ലഡ് വെസലിൽ കൂടിയുള്ള ഫ്ലോ മൈക്രോഗ്രാവിറ്റിയിൽ എങ്ങനെ എഫക്റ്റഡ് ആവും, എന്തൊക്കെ പ്രതിഭാസങ്ങളാണ്, എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ സാധ്യതയുള്ളതിനെ കുറിച്ചുള്ള പരീക്ഷണങ്ങളിൽ ഒരു പരീക്ഷണം പുള്ളി പ്രത്യേകിച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ വളരെ പ്രധാനമായ മറ്റൊരു പരീക്ഷണം ഞാൻ മനസ്സിലാക്കിയത് ഈ അൾട്രാസൗണ്ട് ഇൻവെസ്റ്റിഗേഷൻസ്, അന്വേഷണങ്ങൾ. അതിൽ രസകരമായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഓഗ്മെൻറ്റഡ് റിയാലിറ്റി ARഉം ഉപയോഗിച്ച് ഈ ഭൂമിയിലെ ഡോക്ടർമാരുടെ സഹായങ്ങൾ ഇല്ലാതെ തന്നെ ഈ ദീർഘ സമയം എടുക്കുന്ന ഇതുപോലത്തെ ദൗത്യങ്ങളിൽ ഈ ബഹിരാകാശ സഞ്ചാരികൾക്ക് തന്നെ എങ്ങനെ ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ഒരു ആപത്ത് ഘട്ടത്തിൽ എങ്ങനെ റിയാക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു പഠനം പുള്ളി ചെയ്യുന്നുണ്ട്. ഈ വൈവിധ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ സെമി കണ്ടക്ടർ ഫാബ്രിക്കേഷൻ അതിൻ്റെ ഭാഗമായിട്ട് ഈ ക്രിസ്റ്റൽസ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞ ഒരു പ്രക്രിയയും കൂടി പുള്ളി ബഹിരാകാശത്ത് ചെയ്യുന്നുണ്ട്. മൈക്രോഗ്രാവിറ്റിയിൽ ഈ ക്രിസ്റ്റൽ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നമ്മുടെ ഭൂമിയിലെ സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ് ഫാബ്രിക്കേഷൻ പ്രക്രിയ ലഘൂകരിക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിലുള്ളൊരു പരീക്ഷണം പുള്ളി ചെയ്യുന്നുണ്ട്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഈ ബഹിരാകാശ ക്ഷേത്രത്തിൽ തന്നെ ISSൽ തന്നെ അവർ ഉപയോഗിക്കുന്ന ഉപയോഗകരമായ വെള്ളം, പോർട്ടബിൾ വാട്ടർ എന്ന് പറയുന്നതിനെ യൂസ് ചെയ്തിട്ട് ഈ ഇൻട്രാവീനസ് ഫ്ലൂയിഡ്സ് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു പഠനവും പുള്ളി ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലാവും ദ കൈൻഡ് ഓഫ് സ്കിൽ സെറ്റ്സ് പുള്ളിക്കുള്ളത് എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് ഒരു എന്താ പറയുക, ഒരു സംക്ഷിപ്ത രൂപം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതുപോലത്തെ ഏറെ പ്രാധാന്യമുള്ള കുറേ പരീക്ഷണങ്ങൾ ഈ 8 മാസത്തിൽ അവർ ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യെസ്, നമുക്ക് അതിൻ്റെ എല്ലാ വിശദാംശങ്ങൾ അറിയാം. ഇപ്പോൾ ഒരു ചെറിയ ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം നമുക്ക് കൂടുതൽ സംസാരിക്കാം ഇതേക്കുറിച്ച്. ഇപ്പോൾ കസാഖിസ്ഥാനിൽ ബൈക്കന്നൂരിൽ കോസ്മോഡ്രോമിൽ സോയൂസ് 21A റോക്കറ്റ് വിക്ഷേപിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിരിക്കുകയാണ്. നേരത്തെ നിങ്ങൾ സ്ക്രീനിൽ നടുവിൽ കണ്ടുകൊണ്ടിരുന്ന ദൃശ്യങ്ങൾ അത് തത്സമയ ദൃശ്യങ്ങളാണ്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുകയാണ്. 3 യാത്രികരാണ് ഈ പേടകത്തിൽ ഉണ്ടാവുക. സോയൂസ് MS-29 പേടകത്തിൽ ഉണ്ടാവുക. അതിൽ അനിൽ മേനോൻ ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ കൗതുകം. അനിൽ മേനോൻ്റെ അച്ഛൻ, അദ്ദേഹം അമേരിക്കൻ പൗരനാണ്, അമേരിക്കയിൽ ആണ് ജനിച്ചതെങ്കിലും അദ്ദേഹത്തിൻ്റെ അച്ഛൻ ശങ്കര മേനോൻ, അദ്ദേഹം മലയാളിയാണ്, ഒറ്റപ്പാലത്താണ്. അമ്മ യുക്രൈൻ പൗര എലിസബത്താണ്. യുക്രൈൻ വനിതയ്ക്കും മലയാളിയായ ശങ്കര മേനോനും ജനിച്ച പുത്രനാണ് അനിൽ മേനോൻ. അദ്ദേഹത്തിന്റെ ഭാര്യ അന്ന മേനോൻ, അവർ മുമ്പ് ബഹിരാകാശത്ത് പോയിട്ടുണ്ട്. ബഹിരാകാശ യാത്രികയായിരുന്നു അന്ന മേനോൻ എന്ന പ്രത്യേകതയുണ്ട്. അദ്ദേഹം അമേരിക്കൻ ബഹിരാകാശ സേനയിലെ അംഗമാണ്. കേണൽ പദവിയിലാണ് അദ്ദേഹം ഉള്ളത്. അദ്ദേഹം ഫ്ലൈറ്റ് സർജൻ ആണ്. നാസയിലും സ്പേസ് എക്സിലും അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വളരെ സുപ്രധാനമായ ഒരു ദൗത്യത്തിലാണ് അദ്ദേഹം. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് ISSലേക്ക് യാത്രയാവുകയാണ്. കൃത്യം 8:17 വിക്ഷേപണം ഉണ്ടാവുക. പേടകത്തിന് ഡോക്കിംഗ് 11:26 നിശ്ചയിച്ചിരിക്കുന്നത്. നാളെ ആയിരിക്കും ഹാച്ച് ഓപ്പണിംഗ് നടക്കുക. നമ്മോടൊപ്പം ഈ വിഷയത്തിൽ ഏറ്റവും വിദഗ്ധരായ പാനലിസ്റ്റുകൾ കൂടി അണിചേരുകയാണ്. ജി മാധവൻ നായർ, ഡോക്ടർ R ഉമാ മഹേശ്വരൻ, പ്രൊഫസർ PS ശോഭൻ എന്നിവർ ഈ വിക്ഷേപണവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും ഇതിന്റെ ചരിത്ര പ്രാധാന്യവും നമ്മോടൊപ്പം പങ്കുവയ്ക്കാൻ ഉണ്ട്. ശ്രീ ജി മാധവൻ നായർ, അന്താരാഷ്ട്ര ബഹിരാകാശ കേന്ദ്രത്തിൽ ഓരോ തവണയും വിക്ഷേപണം നടക്കുമ്പോഴും അവിടെ നിന്ന് സഞ്ചാരികൾ തിരികെ വരുമ്പോഴും ഒക്കെ
നമ്മളത് വാർത്തയിൽ കാണാറുണ്ട്. നമ്മുടെ ഈ ബഹിരാകാശ ശാസ്ത്രം എത്രമേൽ പുരോഗമിച്ചിട്ടുണ്ട്? നമ്മളൊരു ഒരു കമ്പാരിസൺ നടത്തുകയാണെങ്കിൽ 90കൾക്കപ്പുറം നമുക്കറിയാം ഈ ചാന്ദ്ര ദൗത്യമൊക്കെ 1970കളിൽ നടക്കുന്നു. അന്ന് ശീതയുദ്ധമുണ്ട്. സോവിയറ്റ് യൂണിയനും അമേരിക്കയും മത്സരിച്ച് ബഹിരാകാശ പര്യവേഷണത്തിൽ ഏർപ്പെടുന്നു. നമുക്കതിൻ്റെ റിസൾട്ടും കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഘട്ടം എത്തി നിൽക്കുമ്പോൾ നമ്മളിപ്പോൾ 2026 എത്ര മുന്നോട്ട് പോയിട്ടുണ്ട്? ഇപ്പോൾ അതിൻ്റെ പ്രോഗ്രസിനെ ഒന്ന് വിലയിരുത്താൻ സാധിക്കുമോ? നമ്മളുടെ ഇസ്രോയെ സംബന്ധിച്ചിടത്തോളം മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് 20 വർഷങ്ങൾക്ക് ശേഷമാണ് ബഹിരാകാശ ഗവേഷണത്തെപ്പറ്റി ആലോചിക്കുന്നത് തന്നെ. നേരെ മറിച്ച് അമേരിക്കയും റഷ്യയുമാണെങ്കിൽ അവരുടെ മിസൈൽസ് കൺവേർട്ട് ചെയ്ത് എങ്ങനെയാണ് ഉപഗ്രഹങ്ങളെ ഭൂമിക്ക് ചുറ്റും എത്തിക്കാവും, അതോടൊപ്പം തന്നെ ഈവൻ ചന്ദ്രനിലേക്ക് പോകാനുള്ള പരിപാടിയൊക്കെ നടത്തി കഴിഞ്ഞു. ആ സമയത്ത് നമ്മൾ വളരെ ചെറിയ റോക്കറ്റുകൾ, ഇന്ന് നമ്മൾ ദീപാവലിക്ക് ഉപയോഗിക്കുന്ന വലിയ റോക്കറ്റിൻ്റെ ആ സൈസ് മാത്രമുള്ള റോക്കറ്റ് ഉണ്ടാക്കിയിട്ടാണ് തുടങ്ങുന്നത്. ഈ റോക്കറ്റുകളും ഉപഗ്രഹങ്ങളും ഒക്കെ മിലിറ്ററി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് പുറം രാജ്യങ്ങൾ അതിൻ്റെ സാങ്കേതിക വിദ്യ നമുക്ക് തരില്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് എല്ലാം ഫണ്ടമെൻ്റൽസിൽ നിന്നും തുടങ്ങി, ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ബേസിക് ഇക്വേഷൻസ് മാത്രമേ നമുക്ക് അറിയുള്ളൂ. അതിൽ നിന്നും തുടങ്ങി അതിൻ്റെ ഡിസൈൻ ഉണ്ടാക്കുക, മെറ്റീരിയൽസ് സെലക്ട് ചെയ്യുക, മെറ്റീരിയൽസ് ഇവിടെ തന്നെ ഉണ്ടാക്കുക, അതിൻ്റെ ഫാബ്രിക്കേഷൻ പ്രോസസ്സ്, അതിൻ്റെ ടെസ്റ്റിങ്, ഇങ്ങനെ പല മേഖലകളിലും വളരെ കഠിനാധ്വാനം ചെയ്തിട്ടാണ് ആദ്യമായിട്ട് 80ൽ നമ്മൾ SLV-3 റോക്കറ്റ് വിക്ഷേപിക്കുന്നത്. അത് കഴിഞ്ഞ് 94ലാണ് നമ്മുടെ PSLV സക്സസ്ഫുള്ളായിട്ട് ചെയ്യുന്നത്. പിന്നെ 2002ലാണ് GSLV നമ്മൾ ലോഞ്ച് ചെയ്തത്. ആ GSLVക്ക് അവസാന ഘട്ടം ക്രയോജനിക് സ്റ്റേജായിരുന്നു. അത് റഷ്യയിൽ നിന്നും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു റോക്കറ്റായിട്ട് കിട്ടുമായിരുന്നു. പക്ഷേ അതിൻ്റെ സാങ്കേതികവിദ്യ നമുക്ക് കിട്ടിയില്ല. എന്നിട്ടും നമ്മുടേതായിട്ടുള്ള ശാസ്ത്രകാരന്മാർ ഇവിടെ കഠിനാധ്വാനം ചെയ്തിട്ടാണ് ഈ ക്രയോജനിക് എഞ്ചിൻ്റെ സാങ്കേതികവിദ്യയൊക്കെ പഠിക്കുകയും അതിൻ്റെ വലിയ വലിപ്പമുള്ള 20 ടൺ വരെ ത്രസ്റ്റുള്ള, അതായത് റഷ്യൻ എഞ്ചിനേക്കാളും 3 മടങ്ങ് ശേഷിയുള്ള ഒരു എഞ്ചിൻ നമ്മൾ ഇന്ത്യയിൽ തന്നെ വികസിപ്പിച്ചെടുക്കുകയും അതാണ് ഇപ്പോൾ GSLV Mark 3 പോയിട്ടുള്ളത്. അപ്പോൾ 40 കിലോഗ്രാമിൽ തുടങ്ങി 10 ടൺ വരെ ഭാരമുള്ള ഉപഗ്രഹം വരെ എത്തിക്കാനുള്ള ശേഷി നമുക്കുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ മനുഷ്യനെ ബഹിരാകാശത്ത് കൊണ്ടുപോകാനും തിരികെ കൊണ്ടുവരാനുള്ള ആ ഒരു കാര്യത്തിൽ നമ്മൾ അല്പം പുറകിലായിപ്പോയി. അത് ആ ടൈംലി ആക്ഷൻ എടുക്കാത്തത് കൊണ്ടാണ്. പക്ഷേ എന്നാലും ഇക്കാലത്ത് ഈ അടുത്ത 5-6 കൊല്ലമായിട്ട് വളരെ കഠിനാധ്വാനം ചെയ്തിട്ട് ഇസ്രോ ടീം തന്നെ ഇതിൻ്റെ എല്ലാ ഘടകങ്ങളും രൂപപ്പെടുത്തുകയും അതിൻ്റെ എല്ലാം പ്രോട്ടോ മോഡലും ക്വാളിഫിക്കേഷൻ മോഡലും ഒക്കെ റെഡിയാണ്. ആദ്യത്തെ അൺമാൻഡ് ഫ്ലൈറ്റ് ഇപ്പോൾ ഉടനെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ മറ്റു രാജ്യങ്ങളുടെ ഒപ്പം കിടനിൽക്കുന്ന സാങ്കേതികവിദ്യ ബഹിരാകാശ രംഗത്ത് നേടിയിട്ടുണ്ട്. ഇത് ലോഞ്ച് വെഹിക്കിൾ മാത്രമല്ല, ഉപഗ്രഹങ്ങളെ സംബന്ധിച്ചും ആദ്യമൊക്കെ കഷ്ടിച്ച് 1 കിലോമീറ്റർ വരെ വലിപ്പമുള്ള ഓബ്ജക്റ്റ് മാത്രമേ നമുക്ക് ഈ സ്പേസിൽ നിന്നും ഫോട്ടോഗ്രാഫി ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇന്നിപ്പോൾ ഒരു സെൻറ്റിമീറ്റർ വലിപ്പമുള്ള കാര്യങ്ങൾ പോലും സ്പേസിൽ നിന്നും നമുക്ക് ഒബ്സർവ് ചെയ്യാൻ കഴിയും. ആ ഒബ്സർവേഷൻ കേപ്പബിലിറ്റി ഒന്ന്. പിന്നെ നമ്മുടെ രാജ്യത്തെ കമ്മ്യൂണിക്കേഷൻ മേഖലകൾ, TV ബ്രോഡ്കാസ്റ്റിങ്ങിനായാലും ടെലികമ്മ്യൂണിക്കേഷനായാലും വളരെ വലിയൊരു റെവല്യൂഷൻ നമ്മുടെ ഇൻസൈറ്റ് സീരീസായിട്ടുള്ള ഉപഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു സിവിലിയൻ രംഗത്ത് നിന്നിട്ട് മറ്റാരുടെയും സഹായമില്ലാതെ നമ്മുടെ രാജ്യത്തിന് ആവശ്യമുള്ള സാങ്കേതിക വിദ്യ, ബഹിരാകാശ രംഗത്തിന് വേണ്ട സാങ്കേതിക വിദ്യ വികസിപ്പിക്കുകയും ആ സാങ്കേതിക വിദ്യ സാധാരണക്കാർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു രാജ്യമെന്നുള്ള ക്രെഡിറ്റ് ഇന്ത്യക്ക് എപ്പോഴും പറയാൻ കഴിയും. ചൈനക്കാർ നമ്മളെപ്പോലെ തന്നെ കോമ്പീറ്റ് ചെയ്യുന്നതാണ്. പക്ഷേ അവരുടേതായ സിസ്റ്റം കുറച്ച് ഡിഫറെൻ്റാണ്. അവർ ഒരുപാട് പൈസയും ഏകദേശം നമ്മളെക്കാളും ഒരു 5 മടങ്ങ് ചിലവാണ് അവർ സ്പേസ് പ്രോഗ്രാം ചെലവഴിക്കുന്നത്. നമ്മളിപ്പോൾ നേരത്തെ ഒരു ഇൻ്റർനാഷണൽ മാഗസിൻ പറഞ്ഞ പോലെ ഒരു ഷൂ സ്ട്രിങ് ബഡ്ജറ്റിലാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. ചന്ദ്രനിൽ പോയത് തന്നെ അമേരിക്കക്കാർ ചെയ്തതിൻ്റെ
10-1 ചെലവ് കൊണ്ടാണ് നമ്മൾ ചന്ദ്രനിലെത്തിയത്. അതുപോലെ മാർസിൽ പോയതും. അങ്ങനെ ഏത് മേഖല എടുത്താലും നമുക്ക് വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ടും റിലയബിളുമായിട്ടുള്ള ഒരു സ്പേസ് സിസ്റ്റം ലോകത്തിന് കൊടുക്കാൻ കഴിയുമെന്നുള്ള ഒരു നിലയിലേക്ക് ഇന്ത്യ ഇപ്പോൾ എത്തിച്ചേർന്ന് നിൽക്കുകയാണ്. ഇനിയും വളരെയേറെ മുമ്പിലേക്ക് പോകാനുണ്ട്. ഈ അടുത്ത കാലത്ത് നമ്മുടെ പ്രധാനമന്ത്രി അദ്ദേഹം തന്നെ ഒരു ലോങ് ടേം വിഷൻ ഇസ്രോയ്ക്ക് വേണ്ടി കൊടുക്കുകയുണ്ടായി. അതായത് 30-ൽ നമ്മുടേതായിട്ടുള്ള സ്പേസ് സ്റ്റേഷൻ ഉണ്ടാവണം. ആ സ്പേസ് സ്റ്റേഷനിലേക്ക് നമ്മുടെ റോക്കറ്റിൽ സഞ്ചാരികൾ പോയിട്ട് മടങ്ങി വരണം. ഇതുപോലെ റഷ്യയോ അമേരിക്കയോ ഡിപ്പെൻഡ് ചെയ്യാതെ. അടുത്തപടിയായിട്ട് ചന്ദ്രനിൽ തന്നെ മനുഷ്യരെ ഇറക്കുകയും അവിടെ നിന്ന് സാമ്പിൾ ശേഖരിച്ച് തിരികെ കൊണ്ടുവരികയും 2035-40 കാലങ്ങളിൽ ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെ വലിയ ഒരു ലക്ഷ്യമാണ്. അതിനു വേണ്ടിയിട്ടുള്ള പടുകൂറ്റൻ റോക്കറ്റുകൾ ഉണ്ടാക്കുക, അതിനുള്ള പുതിയ സാങ്കേതിക വിദ്യകൾ ഉണ്ടാക്കുക, ഇതൊക്കെയാണ് ഇസ്രോയുടെ മുമ്പിലുള്ള വെല്ലുവിളികൾ. അത് ഏറ്റെടുക്കാൻ ഇസ്രോ സജ്ജവുമാണ്. പഴയ കാലത്തെ റെക്കോർഡുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരം വെല്ലുവിളികളൊക്കെ വളരെയേറെ കൃത്യമായി നിർവഹിക്കുകയും വളരെയേറെ നല്ല സക്സസ് റേറ്റ് അച്ചീവ് ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. തീർച്ചയായിട്ടും. സമയം 8:13. നമുക്ക് ആ തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകാം. കസാക്കിസ്ഥാനിലെ ബൈക്കണൂർ കോസ്മോഡ്രോമിലേക്ക് പോകാം. നിങ്ങൾ ഇപ്പോൾ കാണുന്നത് തത്സമയ ദൃശ്യങ്ങളാണ്. 8:17 സോയൂസ് MS-29 പേടകത്തിന്റെ വിക്ഷേപണം നടക്കുക. സോയൂസ് 21A റോക്കറ്റ് ഇവിടെ നിന്ന് കുതിച്ചുയരും. ആ ദൃശ്യങ്ങളാണ് തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ പ്രാധാന്യമുള്ള ഒരു വിക്ഷേപണമാണ് ഇത്. നാസയിലെ സയന്റിസ്റ്റാണ് അനിൽ മേനോൻ. അദ്ദേഹം ഒരു ഫ്ലൈറ്റ് സർജനാണ്, എയറോസ്പേസ് മെഡിസിൻ എക്സ്പേർട്ടാണ്. അദ്ദേഹവും 2 റഷ്യൻ പങ്കാളികളും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് 8:17 പുറപ്പെടും. പേടകത്തിന്റെ ഡോക്കിംഗ്, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയവുമായുള്ള ഡോക്കിംഗ് നിശ്ചയിച്ചിരിക്കുന്നത് 11:26-നാണ്. അതായത് 3 മണിക്കൂർ യാത്ര, 3 മണിക്കൂർ നേരമാണ് ഈ പേടകത്തിലെ യാത്ര തുടങ്ങുക. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബൈക്കന്നൂർ ലോകത്തെ ഏറ്റവും പഴക്കമേറിയ ഫംഗ്ഷണലായി ഇപ്പോഴും പ്രവർത്തിക്കുന്ന വിക്ഷേപണ തറയാണ്, വിക്ഷേപണ കേന്ദ്രമാണ് എന്നുള്ളതാണ്. ഇതേ സ്ഥലത്ത് നിന്നാണ് 1984-ൽ രാകേഷ് ശർമ്മ സോയൂസ് മിഷന്റെ ഭാഗമായി ബഹിരാകാശത്തേക്ക് പോയത്. ബഹിരാകാശത്തെത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് രാകേഷ് ശർമ്മ 1984-ൽ. ഇപ്പോൾ ചരിത്രം ആവർത്തിക്കുകയാണ്. ഇന്ത്യൻ പൗരനല്ല അനിൽ മേനോൻ, അദ്ദേഹം അമേരിക്കൻ പൗരനാണ്. അദ്ദേഹം നാസയുടെ ഭാഗമായിട്ടാണ് പോകുന്നത്. എങ്കിലും അദ്ദേഹം മലയാളിയാണ്. അദ്ദേഹത്തിന്റെ വേരുകൾ പാലക്കാടാണ്, ഒറ്റപ്പാലത്താണ് എന്നുള്ളതാണ് നമ്മളെ സംബന്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കൗതുകം. അടുത്ത മാർച്ച് 2027-ലാണ് അദ്ദേഹത്തിന്റെ മടക്കം. ഇതേ പേടകത്തിൽ തന്നെയാണ് മടങ്ങുക. 1960-കൾ മുതൽ സോയൂസ് മിഷനുകൾ ലോകത്തിന്റെ ചരിത്രത്തിന്റെ തന്നെ ഭാഗമാണ്. നമുക്കറിയാം, യൂറി ഗഗാറിനാണ് ആദ്യമായി ബഹിരാകാശത്തെത്തിയ മനുഷ്യൻ. അത് അന്നത്തെ സോവിയറ്റ് യൂണിയനാണ് ആദ്യമായി ഒരു മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയച്ചത്. വാലന്റീന തെരേഷ്കോവയാണ് ആദ്യമായി ബഹിരാകാശത്തെത്തിയ വനിത. ആ ദൗത്യങ്ങളുടെ ഒരു പിന്തുടർച്ചയിൽ ആണ് ഇത് സംഭവിക്കുന്നത്. ഇതിപ്പോൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കാണ്, ISS-ലേക്കാണ് നമ്മൾ ആളെ അയക്കുന്നത്. ശ്രീജ ശ്യാം ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. ശ്രീജ, 8:15 ആയിരിക്കുന്നു. 8:17-നാണ് വിക്ഷേപണ തറയിൽ നിന്ന് ഈ സോയൂസ് 21A റോക്കറ്റ് കുതിച്ചു ഉയരുക. നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് എന്തൊക്കെയാണ്? ഇപ്പോൾ നമ്മൾ ഈ ബഹിരാകാശ പേടകം സോയൂസ് 2.1A റോക്കറ്റാണ് ഈ പേടകത്തെ വഹിക്കുന്നത്. സോയൂസ് MS-29 എന്നതാണ് ആ പേടകത്തിന്റെ പേര്. ആ പേടകത്തിനകത്തു നിന്നുള്ള ദൃശ്യങ്ങൾ, അവരുടെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. നേരത്തെ അഭിലാഷ് പറഞ്ഞു നിർത്തിയതുപോലെ നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് കൽപ്പന ചൗള, സുനിത വില്യംസ്, അങ്ങനെ ബഹിരാകാശത്തേക്ക് പോയ ഇന്ത്യക്കാരുടെ, ഇന്ത്യയുമായി ബന്ധമുള്ളവരുടെ, ഇന്ത്യൻ വംശജർ എന്ന് പറയാൻ വയ്യ, ഇന്ത്യക്കാരുടെ ആ പട്ടികയിലേക്ക് എത്തുന്ന അവസാനത്തെ ആൾ അനിൽ മേനോൻ. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ നല്ല മലയാളിത്തമുള്ള പേരാണ്, പക്ഷേ അദ്ദേഹം ഒരു അമേരിക്കൻ പൗരനാണ്. അഖിലേന്ത്യാ കോൺഗ്രസിന്റെ ആദ്യത്തെ മലയാളി പ്രസിഡന്റായ ചേറ്റൂർ ശങ്കരൻ നായരുടെ ആ പരമ്പരയിൽപ്പെട്ട ആളാണ്. അദ്ദേഹത്തിന്റെ ചെറുമകളുടെ മകനാണ്, പക്ഷെ ചെറുമകളുടെ ചെറുമകനാണ്, പക്ഷെ അദ്ദേഹത്തിന് മലയാളം ഒന്നും അറിയില്ല. എങ്കിലും നമ്മൾ മലയാളികളെ സംബന്ധിച്ച് ആ മലയാളി ബന്ധം എന്ന് പറയുന്നത്, ഒറ്റപ്പാലത്ത് വേരുകളുള്ള അനിൽ മേനോന്റെ ബഹിരാകാശ യാത്ര എന്ന് പറയുന്നത് വാനോളം
അഭിമാനം നൽകുന്നതാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ പേടകത്തിന്റെ റോക്കറ്റിന്റെ ദൃശ്യങ്ങളാണ്. സോയൂസ് എന്ന് പറഞ്ഞാൽ യൂണിയൻ എന്നാണ് അർത്ഥം. സോവിയറ്റ് യൂണിയനാണല്ലോ സോയൂസ് ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പേരിന്റെ അർത്ഥം യൂണിയൻ എന്നതാണ്. ഏറ്റവും വിശ്വസിക്കാവുന്ന പേടകം അല്ലെങ്കിൽ ഏറ്റവും വിശ്വസിക്കാവുന്ന ദൗത്യങ്ങൾ നടത്തിയിട്ടുള്ള ഓപ്പറേറ്റഡ് പ്രോഗ്രാം, ലോങ്സ്റ്റ് കണ്ടിന്യൂസ്ലി ഓപ്പറേറ്റഡ് പ്രോഗ്രാം, തുടർച്ചയായി പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ചെറിയ തിരിച്ചടികളൊക്കെ നേരിട്ടുണ്ട്. അപ്പോൾ പോലും തുടർന്ന് വന്നിട്ടുള്ള സ്പേസ് പ്രോഗ്രാം എന്നതാണ് സോയൂസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതിലാണ് ഇപ്പോൾ 3 പേർ. അവസാനത്തെ മിനിറ്റാണ്, നമുക്ക് ആ കമന്ററി ഒന്ന് കേൾപ്പിച്ചാൽ. T-15 seconds, the second umbilical tower will separate, which will initiate engine sequence start. We are less than a minute away from today's liftoff of the Soyuz MS-29 spacecraft, which means the Soyuz is now on internal power. Disconnect. Vehicle to internal power. Separation of first umbilical tower from booster. The separation of the first umbilical tower has now separated from the booster, so we have auto sequence start. You can see that umbilical falling away there. 20. And the second umbilical tower will separate momentarily, which will initiate engine sequence start. We are under 20 seconds away from today's launch. Tower off and lift off. Lift off. Launch command issued for ignition. The launch command has been issued. ബഹിരാകാശത്തേക്ക് കുതിക്കുന്നതാണ് നമ്മൾ ഈ കാണുന്നത്. ഇനി അഭിലാഷ്, വളരെ മനോഹരമായ ഒരു കാഴ്ച കാണാനുണ്ട്. അത് 1 മിനിറ്റ് പൂർത്തിയാകുമ്പോഴാണ് 8:18. ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു ക്രോസ് രൂപം നമ്മൾ അവിടെ കാണും. ആ ക്രോസ് രൂപത്തെ പറയുന്നത് കോറിലോവ് ക്രോസ് എന്നാണ്. ഈ 4 ഇതിനെ ഉറപ്പിച്ചിട്ടുള്ള 4 ഭാഗങ്ങൾ വിടരുന്നതോടുകൂടി ഒരു ക്രോസ് ആകാശത്ത് പ്രത്യക്ഷപ്പെടും. ആ ക്രോസ് കഴിയുമ്പോഴാണ് നമ്മൾ ഈ പേടകം, ഈ റോക്കറ്റ് ആകാശത്തേക്ക് കുതിക്കുന്നത്. 4 ബൂസ്റ്റേഴ്സ് ആണ് ഇതിനുള്ളത്. ഈ 4 സൈഡിലുള്ള ബൂസ്റ്റേഴ്സും ഒരേ സമയം തന്നെ ഡിറ്റാച്ച് ചെയ്യുന്നതോടെ, അത് വിട്ടുപോകുന്നതോടുകൂടി കോറിലോവ് ക്രോസ് എന്നറിയപ്പെടുന്ന ആ ക്രോസ് രൂപപ്പെടും. അതോടുകൂടി ഇപ്പോൾ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോർ സ്റ്റേജ്, ഈ റോക്കറ്റിന്റെ നടുഭാഗം, അത് ഇപ്പോൾ കത്താൻ തുടങ്ങും. 8:19 എന്ന് പറയുമ്പോൾ 2 മിനിറ്റിൽ അതാണ് സംഭവിക്കാൻ പോകുന്നത്. Measures 68 feet in length and 24 feet in diameter, burning liquid fuel for the first 2 minutes and 6 seconds of flight. We're now a minute into today's flight. Everything continuing to proceed as planned, and the velocity is currently 1,100 miles per hour. 70. The flight is nominal. 70. Flight nominal. We're now a minute and 20 seconds into today's flight of the Soyuz MS-29 spacecraft on top that Soyuz 2.1A booster. We still have good first stage performance. Ready to 90. ഭൂമിയിൽ നിന്ന് First and second 400 കിലോമീറ്റർ മാത്രം അകലെയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയമുള്ളത്. അവിടേക്ക് ഇപ്പോൾ ഈ റോക്കറ്റ് കുതിച്ചു പോകുന്നത് 28,000 കിലോമീറ്റർ പെർ അവർ, മണിക്കൂറിൽ 28,000 കിലോമീറ്റർ വേഗതയിലാണ് അവിടേക്ക് ഇപ്പോൾ ഈ റോക്കറ്റ് കുതിച്ച് പോകുന്നത്. Today's flight, so the escape tower has been jettisoned. And momentarily, they received there, the 4 strap-on boosters have been jettisoned, ഇതാണ് and these നേരത്തെ have പറഞ്ഞ completed കോറിലോവ് their ക്രോസ്. job and ആ have dropped 4 away at an altitude of സൈഡിലുള്ള 28 statute 4 വശങ്ങളും വിടുന്നതോടുകൂടി പൂർണ്ണമായി ഇപ്പോൾ റോക്കറ്റ് അതിന്റെ കൃത്യമായ പാതയിലൂടെ തന്നെ പോവുകയാണ്. boosters were jettisoned. The pressure is nominal. Again, everything continuing to proceed as ഇനി അടുത്ത planned. ഘട്ടം We എന്ന് are പറയുന്നത് receiving good ഈ reports of ലോഞ്ച് structural എസ്കേപ്പ് ടവർ performance അതിനെ of the മറികടന്ന് Soyuz മുന്നോട്ട് as പോവുക. it അതായത് continues എസ്കേപ്പ് its ടവർ ride എന്ന് പറയുന്നത് uphill. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ രക്ഷപ്പെടാനുള്ള ഒരു We are now just over സാധ്യതയാണ്. 2.5 പക്ഷേ minutes അതൊന്നും into ഇല്ലാതെ today's തന്നെ launch of മുന്നോട്ട് the പോകുന്നു Soyuz എന്ന് ഉറപ്പുവരുത്തുന്നത് ആ MS-29 ഘട്ടത്തിലാണ്. എമർജൻസി എസ്കേപ്പ് ടവർ ഇനി ആവശ്യമില്ല എന്ന് പറയുന്നത് ഒരു 4 മിനിറ്റിൽ 17, ഇപ്പോൾ 21 അപ്പോൾ ഈ സമയത്ത് ഇനി ഇപ്പോൾ ആവശ്യത്തിന് ഈ രക്ഷാകവചം ആവശ്യം ഇല്ലാത്ത അത്രയും ഉയരത്തിലേക്ക്, സുരക്ഷിതമായ ഒരു ഉയരത്തിലേക്ക് ഈ റോക്കറ്റ് എത്തിക്കഴിഞ്ഞു. അടുത്ത ഘട്ടം ഈ സ്പേസ് ക്രാഫ്റ്റ് ഇതിൽ നിന്ന് വിട്ടുമാറുന്നതാണ്. Everything continuing to proceed as planned and receiving good reports from the blockhouse in Baikonur. The Soyuz is now traveling at a speed of about 4,700 miles per hour.
The Soyuz core stage is performing as expected, and the core stage of the Soyuz is 56 feet in length, 13.5 feet in diameter, with a single engine with 4 fuel chambers providing between 178,000 and 220,000 pounds of thrust for its 3 minute and 28 seconds of ഘട്ടത്തിൽ operation. എത്തിയിരിക്കുകയാണ്. നമുക്ക് Seconds. ഈ ഘട്ടത്തിൽ പ്രൊഫസർ Nominal. PS ശോഭനോട് കൂടി ചോദിക്കാം. പ്രൊഫസർ ശോഭൻ, ഇപ്പോൾ ആ വിക്ഷേപണം അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം പിന്നിട്ടിരിക്കുകയാണ്. ഇനി എന്തെല്ലാമാണ് ബാക്കിയുള്ളത്? ഇപ്പോൾ നമ്മൾ കൃത്യമായിട്ടുള്ള അതിൻ്റെ ഫ്ലൈറ്റ് ട്രാജക്ടറി അത് കീപ്പ് ചെയ്തിട്ടുണ്ട്. പറഞ്ഞ പോലെ കൃത്യമായിട്ട് നേരത്തെ പ്ലാൻ ചെയ്ത രീതിയിൽ തന്നെ കൃത്യമായിട്ട് അതിൻ്റെ ബൂസ്റ്റർ റോക്കറ്റുകൾ സെപ്പറേറ്റ് ചെയ്തു. ആ ബൂസ്റ്റർ റോക്കറ്റുകൾ സെപ്പറേറ്റ് ചെയ്തതാണ് ഇവിടെ ക്രോസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ടത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഈ ഏതെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷനിൽ അതിൻ്റെ ടോപ്പിൽ ഉള്ള പേടകത്തിന് എന്തെങ്കിലും അല്ലെങ്കിൽ ലോഞ്ചിങ് സമയത്ത് എന്തെങ്കിലും എന്താ പറയുക അത്യാഹിതം സംഭവിച്ചു കഴിഞ്ഞാൽ കോസ്മോനോട്സിനെയൊക്കെ രക്ഷിക്കുന്നതിനായിട്ടുള്ള ലോഞ്ച് എസ്കേപ്പ് സിസ്റ്റവും കൃത്യമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 പ്രാവശ്യം എർത്തിനെ ഓർബിറ്റ് ചെയ്യും ഏകദേശം. അതിനുശേഷം ഇതിനെ ട്രാൻസ്ഫർ ഓർബിറ്റിലേക്ക് മാറ്റും. ഈ പേടകത്തിലുള്ള എൻജിൻ കത്തിച്ചുകൊണ്ട് ട്രാൻസ്ഫർ ഓർബിറ്റിലേക്ക് മാറ്റിയിട്ട് അതിനെ ഇപ്പോൾ ഒരു സർക്കുലർ ഓർബിറ്റിലേക്കാണ് ഇത് പോകുന്നത്. വൃത്താകൃതിയിലുള്ള ഒരു സഞ്ചാരപഥത്തിലാണ് ഇപ്പോൾ അത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ സഞ്ചരിക്കാൻ പോകുന്നത്. ആ വൃത്താകൃതിയിലുള്ള സഞ്ചാരപഥത്തിൽ നിന്നും ഇതിനെ ഇനി ഒരു എലിപ്റ്റിക്കൽ ദീർഘവൃത്താകൃതിയിലുള്ള സഞ്ചാരപഥത്തിലേക്ക് മാറ്റും. അങ്ങനെ ആ ദീർഘവൃത്താകൃതിയിലുള്ള സഞ്ചാരപഥത്തിലേക്ക് മാറ്റുവാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു ബൂസ്റ്റർ റോക്കറ്റ് കത്തിക്കും. അതിനുശേഷം ഇത് കത്തിക്കുന്ന പൊസിഷൻ ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡിൽ എത്തിക്കഴിയുമ്പോൾ രണ്ടാമത് ആ സമയത്ത് ഇത് ഈ 45 മിനിറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ അപ്പോജി, അതായത് ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെയുള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എലിപ്റ്റിക്കൽ ഓർബിറ്റ് ആയതുകൊണ്ട് ഒരു സൈഡ് ഭൂമിയുടെ അടുത്തും അതിന് പെരിജി എന്ന് പറയും. ഭൂമിയിൽ നിന്ന് അകന്ന് മറ്റൊരു ബിന്ദു ഉണ്ടാവും, അതിന് അപ്പോജി എന്ന് പറയും. ഈ അപ്പോജിയിൽ എത്തിക്കഴിയുമ്പോൾ വീണ്ടും ഒന്നുകൂടി റോക്കറ്റ് കത്തിച്ചിട്ട് ഇതിനെ വീണ്ടും ഒരു വൃത്താകൃതിയിലുള്ള പാതയിലേക്ക് മാറ്റും. ആ സമയം ഈ നമ്മുടെ സ്പേസ് സ്റ്റേഷൻ്റെ ഓർബിറ്റുമായിട്ട് വളരെ അടുത്ത് ഈ ഓർബിറ്റ് എത്തും. പിന്നെ അവിടെ നിന്നുള്ള ഓർബിറ്റൽ മാനുവർ വഴി സ്പേസ് സ്റ്റേഷനുമായിട്ട് അലൈൻ ചെയ്തിട്ട് വേണം ഇത് ഡോക്കിംഗ് നടത്താനായിട്ട്. ഇതാണ് ഇനി നടക്കാൻ പോകുന്ന പ്രോസസ്സ്. അതിനു മുമ്പ് നേരത്തെ നമ്മുടെ ഇതിൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് ചോദിച്ചു വന്നിട്ട് കാര്യങ്ങൾ ഒന്ന് സപ്ലിമെൻ്റ് ചെയ്യാനുണ്ട്. നമ്മൾ മൈക്രോഗ്രാവിറ്റിയിൽ ബ്ലഡ് വെയിൻ അല്ലെങ്കിൽ വെയിനിൻ്റെ സ്ട്രക്ചറിന് എന്തൊക്കെയാണ് വ്യത്യാസം വരുന്നത്, ഇതൊക്കെ ഈ പറയുന്ന നേരത്തെ സൂചിപ്പിച്ച നമ്മുടെ ബയോളജി അല്ലെങ്കിൽ മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ട ആ പരീക്ഷണങ്ങൾ സ്പേസ് രംഗത്ത് വളരെ ദൂരവ്യാപകമായ ഫലങ്ങളുണ്ടാക്കുന്നതാണ്. കാരണം നമുക്ക് മാർസിലേക്കോ അല്ലെങ്കിൽ വിദൂര ഗ്രഹങ്ങളിലേക്കൊക്കെ പോകണമെങ്കിൽ അനേകം മാസങ്ങൾ അല്ലെങ്കിൽ അനേകം വർഷങ്ങൾ സഞ്ചരിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സഞ്ചാരത്തിൽ മനുഷ്യ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഇതൊക്കെയാണ് അനിൽ മേനോൻ ഒരു ഭിഷഗ്വരൻ എന്നുള്ള രീതിയിൽ, ഒരു ഡോക്ടർ എന്നുള്ള രീതിയിൽ പഠിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ മൈക്രോഗ്രാവിറ്റി എന്ന് പറയാൻ ഗ്രാവിറ്റി ധാരാളം പരീക്ഷണങ്ങൾ അവിടെ നടത്താനുണ്ട്. ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. ശ്രീജ, നമുക്ക് നാസയിൽ നിന്നും മറ്റൊക്കെ കിട്ടുന്ന അപ്ഡേറ്റ് എന്താണ്? ഓർബിറ്റിൽ എത്തിക്കഴിഞ്ഞോ? ഈ ക്രാഫ്റ്റ് റോക്കറ്റിൽ നിന്ന് വേർപ്പെടുന്ന നിമിഷമാണല്ലോ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം. എന്താണ് അതിന്റെ അപ്ഡേറ്റ്? ഇനി അതിനധികം സമയമില്ല. അടുത്തത് ഏറ്റവും നിർണായകമായ ഘട്ടം, അതിൻ്റെ മൂന്നാമത്തെ ഈ തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് സോയൂസ് റോക്കറ്റിൽ നിന്ന് വേർപ്പെടുന്ന സമയം തന്നെയാണ്. ആ വേർപ്പെടുന്ന സമയമാവുമ്പോഴേക്കും ഈ സോയൂസ് പേടകം ഭൂമിയുടെ ഏറ്റവും താഴെയുള്ള ഭ്രമണപഥത്തിലേക്ക് എത്തും. അതായത് ഒരു 28,000 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിച്ചുകൊണ്ട് ആ സ്ഥലത്തേക്ക് എത്തും.
അവിടെ എത്തുന്നതോടുകൂടി പിന്നെ നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ 2 കഷ്ടി 3 തവണ ഭൂമിയെ വലം വെച്ചിട്ട് വേണം ഈ ഇവിടേക്ക് എത്താൻ, ISSലേക്ക് എത്താൻ. 3 മണിക്കൂറാണ് ഡോക്കിംഗ് വരെയുള്ള സമയം. അവിടെ എത്താൻ വേണ്ട സമയമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് 3 മണിക്കൂറാണ്. അതായത് 3 മണിക്കൂർ ആവുമ്പോഴത്തേക്കും അവിടെ ഡോക്കിങ്ങിന് തയ്യാറാകും. പിന്നീട് അതിൻ്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് അവിടെ നിന്ന് പുറത്തിറങ്ങലാണ്. അതൊരു പുലർച്ചെ 1:30 പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമായിട്ടുള്ള ഈ സ്പേസ് ക്രാഫ്റ്റ് അതിൽ നിന്ന് വിടുന്ന ആ ഘട്ടത്തിനാണ് നമ്മളിപ്പോൾ കാത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ മൊമെന്റിന് വേണ്ടിയിട്ട് നമ്മളും കാത്തിരിക്കുകയാണ്. അവിടെ നിന്നുള്ള അപ്ഡേറ്റ്സ് വരുന്നതിന് വേണ്ടി എന്തായാലും മിഷൻ അത് എങ്ങനെയാണോ നേരത്തെ പ്ലാൻ ചെയ്തത് അതേപോലെ മുന്നോട്ട് പോവുകയാണ്. ഈ സമയത്ത് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ നിന്ന് ജെസിക്ക മേയർ നടത്തിയിട്ടുള്ള ട്വീറ്റ് നാസ റീട്വീറ്റ് ചെയ്യുന്നുണ്ട്. അവർ പുതിയ അംഗങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. വി ആർ സോ എക്സൈറ്റഡ് ടു വെൽക്കം അവർ ന്യൂ ക്രൂമേറ്റ്സ് ടു ദ സ്പേസ് സ്റ്റേഷൻ ടുമോറോ. ഇന്നലെയാണ് അവർ ട്വീറ്റ് ചെയ്തത്. അത് നാസ റീപോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർക്കുള്ള എല്ലാ കാര്യങ്ങളും വി ഹാവ് ബീൻ പ്രിപ്പയറിംഗ് ദെയർ സപ്ലൈസ് ആൻഡ് വിൽ ബി വെൽക്കമിങ് പൈറ്റർ അന്ന ആൻഡ് ആസ്ട്രോ അനിൽ എന്ന് അവർ പറയുന്നു. ആസ്ട്രോ അനിൽ എന്നുള്ളതാണ് നമ്മുടെ അനിൽ മേനോന്റെ ട്വിറ്റർ ID. ഇപ്പോൾ വളരെ നിർണായകമായ ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാം നേരത്തെ പ്ലാൻ ചെയ്തതുപോലെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് നാസയിൽ നിന്ന് അവരുടെ ഔദ്യോഗികമായി ലഭിക്കുന്ന അപ്ഡേറ്റ്. 8:17 വിക്ഷേപണം നടന്നത്. ശ്രീജ തുടരാം. അഭിലാഷ്, നമ്മൾ നോക്കുകയായിരുന്നു വിഷ്വൽസ്, നാസ തരുന്ന വിഷ്വൽസ് ഒക്കെ ശ്രദ്ധിക്കുകയായിരുന്നു. ഈ പേടകം മൂവ് ചെയ്യുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോൾ റോക്കറ്റിന്റെ വിഷ്വൽസ് ഇല്ല, പേടകത്തിന്റെ വിഷ്വൽസ് മാത്രമാണ് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ. അപ്പോഴാണ് ഈ പറഞ്ഞതുപോലെ ബഹിരാകാശ നിലയത്തിൽ നിന്ന് സ്വാഗതം പറഞ്ഞുകൊണ്ടുള്ള സന്ദേശമൊക്കെ വരുന്നത്. ഇനി നമ്മൾ കാത്തിരിക്കുന്നത് ഏതാണ്ട് 10 മിനിറ്റ് ആവുകയാണ്. 8:17 വിക്ഷേപിച്ചത്. അപ്പോൾ 10 മിനിറ്റ് ആവുകയാണ്. നിർണായകമായ ആദ്യഘട്ടം ഈ 10 മിനിറ്റിനകം പിന്നിടുമെന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആദ്യത്തെ 9 മിനിറ്റ് കൊണ്ടാണ് ഭൂമിയുടെ ഭ്രമണപഥത്തിൽ എത്തുമെന്ന് ഈ നാസയുടെ കണക്കുകൾ പ്രകാരം പ്രതീക്ഷിക്കുന്നത്. ആ സമയം 28,000 കിലോമീറ്റർ വേഗത്തിൽ നമ്മളിപ്പോൾ ഭൂമിയുടെ ഭ്രമണപഥത്തിലേക്ക് എത്തും. ആ ഏറ്റവും നിർണായകമായ സമയമാണ് 8:29 എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും നിർണായകമായ ആ മൊമെന്റ് ആണ് ഇപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. തീർച്ചയായും ഇന്ത്യൻ സമയം 11:26 ഡോക്കിംഗ് നടക്കേണ്ടത്. 3 മണിക്കൂർ ദൂരമാണ് യാത്ര ഉള്ളത്. ഡോക്കിംഗ് 11:26 നടക്കേണ്ടത്. ഹാച്ച് ഓപ്പണിംഗ് നാളെയാണ്. ഇന്ത്യൻ സമയം 1:25 നടക്കുക. ഇതിനു വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. അനിൽ മേനോനും പൈറ്റർ ദുബ്രോവും അന്ന കിക്കിനെയും 3 പേരും അടങ്ങുന്ന. ഇപ്പോൾ നമുക്കതിന്റെ ഗ്രൗണ്ട് സ്റ്റേഷനിൽ നിന്ന് നമുക്കതിന്റെ മാപ്പ് ട്രജക്ടറി കാണാൻ കഴിയും. 1:56 p.m. Eastern Time. And radio link. You should have a rendezvous display on info. Yes, we can see the video. Copy Moscow. And you're now seeing a view from the balcony, this looking into the Russian Mission Control Center in Koryov outside of Moscow in Russia. Now that the Soyuz spacecraft is safely in orbit, the Russian Mission Control Center has now taken over control of the spacecraft. Prior to that orbital insertion, the engineers at the blockhouse in Baikonur were in control of today's launch activities. Of course, the team out in Russia, the Russian Mission Control Center outside of Moscow, are working closely with our team here in the International Space Station Flight Control Room at Mission Control Houston in preparation for today's rendezvous and docking operations. Following that rendezvous and docking, the crew on board the space station, the Expedition 74 crew, will of course officially welcome the new arrivals, and it will briefly increase the station population from 7 to 10. നമുക്ക് ഗ്രൗണ്ട് സ്റ്റേഷനിൽ നിന്നുള്ള അവിടുത്തെ സ്ക്രീനും ഇപ്പോൾ സ്ക്രീനിൽ കാണാവുന്നതാണ്. ഡോക്ടർ ആർ ഉമാ മഹേശ്വരൻ, ഇപ്പോൾ എന്താണ് നടക്കുന്നത്? താങ്കൾക്ക് അതിൽ എന്താണ് അപ്ഡേറ്റ് തരാനുള്ളത്? ഇതിന്റെ 3rd സ്റ്റേജ്, അതായത് ഓർബിറ്റിലേക്കുള്ള പ്രവേശനം, ഓർബിറ്റൽ ഇൻസർഷൻ വിജയകരമായി പൂർത്തിയായോ? ഇതുവരെ കാണാൻ പറ്റിയതിൽ നിന്നും ഓർബിറ്റിൻ്റെ ഗ്രൗണ്ട് ട്രേസിൽ നിന്ന് എനിക്ക് തോന്നുന്നത് ഈ പെരുജി ലോവർ ഓർബിറ്റിലേക്കുള്ള
എൻട്രി ആയിക്കഴിഞ്ഞു. ഈ 3rd സ്റ്റേജിൽ നിന്ന് പേടകം വേർപെട്ടോ എന്നുള്ളതിനെ കുറിച്ച് കാണാൻ പറ്റിയില്ല. എനിക്ക് തോന്നുന്നു പേടകം വേർപെട്ട് കഴിഞ്ഞു എന്നാണ്, പക്ഷേ അത് ഉറപ്പായിട്ട് കാണുന്നില്ല. എന്താ പറയുക, ആ വീഡിയോ ദൃശ്യങ്ങൾ കണ്ടില്ല, അതുകൊണ്ട് കറക്റ്റായിട്ട് പറയാൻ പറ്റുന്നില്ല. തീർച്ചയായിട്ടും നമ്മളിവിടെ തത്സമയം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സ്ക്രീൻ നമുക്ക് കാണാൻ കഴിയും ഇവിടെ. പക്ഷേ അത് ബൈക്കന്നൂർ കോസ്മോഡ്രോം ആയതുകൊണ്ട് തന്നെ റഷ്യൻ ഭാഷയിലാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ശ്രീജ, നമുക്ക് എന്തെങ്കിലും അപ്ഡേഷൻ അതിൽ നൽകാൻ കഴിയും? അഭിലാഷ്, പ്രശ്നം ഈ റഷ്യൻ ഭാഷയിലാണ് ഇതിൻ്റെ അപ്ഡേറ്റ്സ് അവിടെ കാണുന്നതൊക്കെ. അതുകൊണ്ട് തന്നെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഇത് പൂർണ്ണമായും ഇതിൽ നിന്ന് സ്പേസ് ക്രാഫ്റ്റ് വിട്ടോ എന്നതുപോലും നമുക്ക് വ്യക്തമാവുന്നില്ല. അപ്ഡേറ്റുകൾക്കായി നോക്കുകയാണ്. എന്തായാലും ഈ സമയം ഇപ്പോൾ നിശ്ചയിച്ച പ്രകാരമാണെങ്കിൽ ഈ സമയത്ത് അത് പൂർണ്ണമാവേണ്ട ഒരു സമയം കഴിഞ്ഞിരിക്കുന്നു. അത് കഴിഞ്ഞ് ഇനിയുള്ള സമയം എന്ന് പറയുന്നത് ഇനി സ്പീഡല്ല, ഇനി വളരെ സ്റ്റഡിയായി പതുക്കെ ISSനെ കണ്ടുപിടിക്കാനുള്ള ഒരു ശ്രമം ആരംഭിക്കും. ISSനെ ഫോളോ ചെയ്യാൻ തുടങ്ങും. അത് കഴിഞ്ഞ് 11:26 ഡോക്കിംഗ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ ഈ ഹൈ സ്പീഡ് എൻട്രി കഴിഞ്ഞാലുള്ള പിന്നത്തെ സമയം എന്ന് പറയുന്നത് സ്റ്റഡിയായി വളരെ കൃത്യമായ പേസിൽ ഈ ISSനെ ഫോളോ ചെയ്യലാണ്. അപ്പോൾ ആ നിലയ്ക്കുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് നമുക്ക് കിട്ടാനുള്ളൊരു പ്രയാസമുണ്ട്. From the control panel, and then we are going to test relay satellites at 1812 with plus or minus 2 minute correction. Copy. 1812. And please monitor the activation. Is going to be activated via command radio link. Copy. 1820 is the end of the compass using satellites. Copy. And you were hearing some interpreted conversations of the crew on board the Soyuz spacecraft as they complete some communications checkouts, and that comes following the orbital insertion and launch of the Soyuz MS-29 spacecraft and its crew. Just under 20 minutes ago, again, that liftoff of a Soyuz 2.1A booster carrying the Soyuz MS-29 spacecraft with NASA astronaut Neil Menin and Roscosmos cosmonauts Pyotr Dubrov and Anna Kikina aboard occurred on time at 9:47 a.m. Central Time, 10:47 a.m. Eastern Time, which was 7:47 p.m. in Baikonur from Launch Pad 6, Site 31 in the Cosmodrome in Kazakhstan. All 3 stages operated as expected during an 8-minute, 46-second ride to place Soyuz in its preliminary orbit where it is now. The Soyuz spacecraft has now begun a short 2-orbit chase to arrive at its final destination, the International Space Station. Docking today is scheduled for 12:56 p.m. Central Time, 1:56 p.m. Eastern Time, with live NASA coverage beginning at 12:10 p.m. Central Time, 1:10 p.m. Eastern. We will follow that up with live coverage of hatch opening and welcoming remarks beginning at 2:30 p.m. Central Time, 3:30 p.m. Eastern Time. Until then, this is Mission Control Houston. യെസ്, മിഷൻ കൺട്രോൾ ഹ്യൂസ്റ്റണിൽ നിന്നുള്ള സംപ്രേഷണം അവസാനിച്ചിരിക്കുന്നു. അതായത് ഓർബിറ്റൽ ഇൻസർഷൻ പൂർത്തിയായിരിക്കുന്നു, അല്ലേ ശ്രീജ? അങ്ങനെ തന്നെയാണ്. കൃത്യമായി നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആ 9 മിനിറ്റ് സമയം ആദ്യം സൂചിപ്പിച്ചിരുന്നല്ലോ. 8 മിനിറ്റ് 45 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ തന്നെ വളരെ കൃത്യമായി അത് ഓർബിറ്റിലേക്ക് കടന്നിരിക്കുന്നു. ഇനി അടുത്തത് അതിൻ്റെ പ്രധാനപ്പെട്ട ഘട്ടമെന്ന് പറയുന്നത് അതിൻ്റെ അത് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ആദ്യഘട്ടത്തിൽ ചെന്ന് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇനിയിപ്പോൾ ഹാച്ച് ഓപ്പണിംഗ് ഘട്ടത്തിലാണ് സംപ്രേഷണം ഉണ്ടാവുക. എന്തായാലും മിഷൻ വിജയകരമായിരിക്കുന്നു സോഫാർ. അതാണ് അത് എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന കാര്യം തന്നെയാണ്. ഇതുവരെ ഉള്ള കാര്യങ്ങൾ പ്രൊഫസർ PS ശോഭൻ കൂടി അത് വിവരിക്കും. പ്രൊഫസർ ശോഭൻ, ഈ ഘട്ടം വിജയകരമായിരിക്കുന്നു, എന്തെല്ലാമാണ് അങ്ങേക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്? ഈ ഘട്ടം വിജയകരമായിരിക്കുന്നു. ഇപ്പോൾ അതിൻ്റെ സോളാർ പാനലുകൾ വിടർന്നിട്ടുണ്ടാവും, ആൻറ്റീന ഓപ്പറേഷൻ ആയിട്ടുണ്ടാവും. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെ
ട്രാൻസ്ഫർ ഓർബിറ്റിലേക്ക് മാറ്റണം. ഇപ്പോൾ ഒരു 240 കിലോമീറ്റർ ദൂരെയുള്ള ഒരു സർക്കുലർ ഓർബിറ്റിലാണ് സാറ്റലൈറ്റ് ഉണ്ടാകേണ്ടത് ഫ്ലൈറ്റ് പ്ലാൻ അനുസരിച്ച്. കാരണം നമുക്കിപ്പോൾ ഇവിടുത്തെ വിഷ്വൽസ് അനുസരിച്ച് ക്ലിയറായിട്ട് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ ഫ്ലൈറ്റ് പ്ലാൻ അതാണ്. അത് കഴിഞ്ഞാൽ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ട്രാൻസ്ഫർ ഓർബിറ്റിലേക്ക് മാറ്റും. അവിടെ നിന്ന് അതിനെ ഫേസിങ് ഓർബിറ്റിലേക്ക് മാറ്റും. ഒരു ഏകദേശം ഒരു മൂന്ന് പ്രാവശ്യം ഇത്തവണത്തെ അതാണ് സോയൂസിൻ്റെ സാധാരണ രീതിയിലുള്ള പ്ലാൻ 3 പ്രാവശ്യം ഓർബിറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ തന്നെയായിരിക്കും ഇത്തവണ അത് പോകുന്നത്. അതിനുശേഷം ഇത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ ISSനെ ഫോളോ ചെയ്യണം, ISSനെ കണ്ടുപിടിക്കണം. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മളെപ്പോഴും ഇത്തരത്തിലുള്ള സാറ്റലൈറ്റുകൾ വിക്ഷേപിക്കുമ്പോൾ അതിന് ചില സമയക്രമങ്ങൾ ഒരു വിൻഡോ നമ്മളെപ്പോഴും ചൂസ് ചെയ്യും. ആ വിൻഡോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ISSുമായിട്ട് ഇത് കണക്ട് ചെയ്യേണ്ടതുള്ളതുകൊണ്ട് ഈ നമ്മുടെ ബെക്കനൂർ കോസ്മോഡ്രോം അല്ലെങ്കിൽ എയർ സ്പേസിന് തൊട്ട് മുകളിൽ ISS വരുമ്പോഴാണ് ഇത് ഇജക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇത് വിക്ഷേപിക്കുക. അങ്ങനെ ആകുമ്പോൾ ഏകദേശം ഒരു ISSനുമായിട്ട് സമാന്തരമായിട്ടുള്ളൊരു പാതയിലൂടെ ഈ സാറ്റലൈറ്റിന് സഞ്ചരിക്കാൻ എളുപ്പമുണ്ട്. അപ്പോൾ മാന്യൂറിങ് അല്ലെങ്കിൽ ഇതിൻ്റെ ഓർബിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ വളരെ എളുപ്പമാകും. വലിയ ആംഗിൾ സെപ്പറേഷൻ ഇല്ലാത്ത രീതിയിലുള്ള ഒരു ഓർബിറ്റ് കൃത്യമായിട്ട് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ കാര്യം. ഇതിന് ശേഷം ഇത് ഈ ഫേസിങ് ഓർബിറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് ISSുമായിട്ട് സംഗമിക്കുക എന്നുള്ളതാണ്. ISSുമായിട്ട് സംഗമിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഈ ISSുമായിട്ട് ഒരു ലൈനിലെത്തണം. ISS ഏകദേശം 27,000 കിലോമീറ്റർ പെർ അവർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു സെക്കൻഡിൽ ഏകദേശം 7.8 അങ്ങനെ ഒരു കിലോമീറ്ററിൽ ആണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വേഗതയുമായിട്ട് താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് അതിനെ ഫോളോ ചെയ്യണം. അതിനെ ഫോളോ ചെയ്ത് അതുമായിട്ട് ഒരു ലൈനിൽ എത്തണം. അതിൻ്റെ സൈഡിലുള്ള റോക്കറ്റുകളൊക്കെ അതിൻ്റെ ട്രോളിങ് ഒഴിവാക്കണം. കൃത്യമായിട്ട് ഒരേ ലൈനിൽ വന്നിട്ട് ഇത് ഡോക്ക് ചെയ്യണം. ആ ഡോക്കിങ്ങിന് ഡോക്കിംഗ് പ്രോബ് എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട് ഈ സോയൂസിന്. ഈ ഡോക്കിംഗ് പ്രോബ് ISSുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത് അലൈൻ ചെയ്യാനായിട്ട് ഇതിനകത്ത് പ്രത്യേക സംവിധാനങ്ങളുണ്ട്. സോയൂസിലൊരു പ്രത്യേക ക്യാമറ ISSലൊരു ഗൈഡിങ് സിസ്റ്റത്തിലേക്ക് ഫോക്കസ് ചെയ്ത് കഴിയുമ്പോൾ ഇതൊരു ലൈനിലാകും എന്നുള്ള രീതിയിലാണ് അത് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ അലൈൻ ചെയ്ത് കഴിഞ്ഞാൽ പതുക്കെ പേടകം വളരെ ഇത് തമ്മിലുള്ള റിലേറ്റീവ് വെലോസിറ്റി, അതായത് ആപേക്ഷിക വേഗത കുറച്ച് കൊണ്ടുവന്ന് വളരെ സ്മൂത്തായിട്ട് ഇതിനെ ഡോക്ക് ചെയ്യുക എന്നുള്ളതാണ് നാളെ രാവിലെ നടക്കാൻ പോകുന്ന കാര്യം. ആ ഡോക്കിങ് പറയുന്നത് സോഫ്റ്റ് ഡോക്കിംഗ് എന്നാണ്. അതിനുശേഷം സോഫ്റ്റ് ഡോക്കിംഗ് പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ ഈ സോയൂസിലുള്ള ഹുക്സ് ഉണ്ട്. 8ഓളം ഹുക്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ഈ ഡോക്കിംഗ് ഫേമായിട്ട് അല്ലെങ്കിൽ ഉറപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ടാണ്. അത് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് സ്പേസ് സ്റ്റേഷനുമായിട്ട് ഇത് സംഗമിക്കും. അതിന് പറയുന്നത് ഹാർഡ് ഡോക്കിംഗ് ആണ്. അപ്പോൾ ഡോക്കിംഗ് 2 തലത്തിലാണ് നടക്കുക. സോഫ്റ്റ് ഡോക്കിംഗ് ഉണ്ട്, വളരെ സ്ലോയിൽ ചെന്ന് പതുക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രോബ് കയറുന്ന ആ ഒരു പ്രോസസ്സ്. ഈ ഹാർഡ് ഡോക്കിംഗ് കഴിഞ്ഞിട്ട് വേണം പിന്നെ അത് ഇലക്ട്രിക്കൽ കണക്ഷൻസൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യും ISSുമായിട്ട്. അതിന് ശേഷമാണ് ഈ ഇതിനകത്ത് ലാച്ച് ഓപ്പൺ ചെയ്തുകൊണ്ട് കോസ്മോനോട്ട്സ് അല്ലെങ്കിൽ യാത്രികർ ബഹിരാകാശ നിലയത്തിലേക്ക് പ്രവേശിക്കുക. ഇതാണ് നടക്കേണ്ടത്. തീർച്ചയായിട്ടും. ശ്രീ G. മാധവൻ നായർ, അങ്ങ് ഒരുപാട് തവണ PSLV GSLV വിക്ഷേപണങ്ങൾ നേരിട്ട് നിയന്ത്രിച്ചിട്ടുള്ള ആളാണ്. ഇവിടെ ഇപ്പോൾ വിക്ഷേപണം വിജയകരമായിരിക്കുന്നു, ഓർബിറ്റിലെത്തിയിരിക്കുന്നു. ഇനി ഡോക്കിങ്ങും ഹാച്ച് ഓപ്പണിങ്ങും ഒക്കെ നമ്മൾ കാത്തിരിക്കുകയും ചെയ്യുന്നു. വളരെ സന്തോഷകരമായി ഈ സമയത്തെ എങ്ങനെ പങ്കുവയ്ക്കുന്നു? തീർച്ചയായിട്ടും ഒരു വിക്ഷേപണത്തെ സംബന്ധിച്ചിടത്തോളം റോക്കറ്റുകൾ ത്രസ്റ്റ് ചെയ്യുന്ന സമയം, അറ്റ്മോസ്ഫിയറിൽ കൂടി കടന്നു പോകുന്ന സമയം, ഇതൊക്കെയാണ് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള. ആ ക്രിട്ടിക്കൽ ഫേസ് എല്ലാം വളരെ കൃത്യമായിട്ടും വളരെ സക്സസ്ഫുള്ളായിട്ടും ഈ മിഷൻ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അത് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇനിയുള്ള ഡോക്കിംഗ് ഓപ്പറേഷൻ അവർ 10, 100, 150 തവണ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് യാതൊരു പ്രയാസവും വരാനുള്ള സാധ്യത വളരെ കുറവാണ്. തീർച്ചയായിട്ടും ആ മിഷന് എല്ലാവിധ വിജയങ്ങളും സാധ്യതകളും ഞാൻ ആശംസിച്ചോളട്ടെ. തീർച്ചയായിട്ടും നമുക്കും എല്ലാ വിജയവും ആശംസിക്കാം.
വിക്ഷേപണം വിജയകരമായിരിക്കുന്നു എന്ന ഏറ്റവും സന്തോഷകരമായ വാർത്തയാണ് പ്രേക്ഷകരെ അറിയിക്കാനുള്ളത്. അനിൽ മേനോൻ, ആസ്ട്രോ അനിൽ മേനോൻ, മലയാളി വേരുകളുള്ള അനിൽ മേനോൻ ബഹിരാകാശ കേന്ദ്രത്തിലേക്കുള്ള യാത്രയിലാണ്. ഇപ്പോൾ അദ്ദേഹവുമായുള്ള പേടകം സോയൂസ് MS-29 ഓർബിറ്റിൽ പ്രവേശിച്ചിരിക്കുന്നു. ഇനി ഡോക്കിംഗ് നടക്കേണ്ടത് 3 മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ്. 11:26 ഈ പേടകം ISS-മായി, ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനുമായി ഡോക്കിംഗ് നടത്തേണ്ടത്. നമുക്ക് ആ സമയത്ത് വീണ്ടും എന്താണ് സംഭവിക്കുന്നത് എന്നതിൻ്റെ വിവരങ്ങൾ ലഭ്യമാകും. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും നന്ദി.